Good evening, all. We'll start the session. Okay. I hope my sound is audible and I am visible. ഒന്ന് ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ പറയണേ. ഓക്കെ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്, എന്നെ കാണുന്നുണ്ട്. യാ, ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ പറയണം. ഓക്കെ, സോ a lot of yes. So that's it. So we'll start. First of all, warm welcome to a physics webinar by AIF Education. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ദീക്ഷ ക്ലാസ് റൂം അല്ലെങ്കിൽ ലൈഫ് എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു ആസ്പെക്ട് ചിലപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഒരു നെറ്റ് ഫീൽഡിൽ, ഓക്കെ, നെറ്റ് ഗേറ്റ്, IIT ജാം പോലെയുള്ള ആസ്പെക്റ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. മൈസെൽഫ് അനീസ് പൂത്തി, AIF എഡ്യൂക്കേഷന്റെ CEO ആണ്. ഐ എം എ JRF holder in psychology and a net holder in comparative study of religion, public administration, then tourism administration. Okay, so നമ്മള് ദ ഹോൾ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ദ ഹോൾ AIF എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ദീക്ഷ ക്ലാസ് റൂമിന്റെ ഒരു ഒറിജിനെ കുറിച്ച് ജസ്റ്റ് ഒരു 1 minute പറഞ്ഞിട്ട് ഞാൻ നമ്മളെ ഇന്നത്തെ എസ്റ്റീംഡ് ആയിട്ടുള്ള ഫാക്കൽറ്റിയെ ഇൻവൈറ്റ് ചെയ്യാം. നമ്മള് തുടങ്ങുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, നമ്മളൊക്കെ JRF പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മളൊക്കെ ആഗ്രഹിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു. സംതിങ് ലൈക്ക് ഒരു ഇമോഷണൽ സപ്പോർട്ട്, ഇനി അതുമല്ലെങ്കിൽ ഒരു പിയർ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പ് ആയിട്ടുള്ള ഡിസ്കഷൻസ്, അതുപോലെ തന്നെ ഹൈലി കാറ്റഗറൈസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, നമ്മളെ കംഫർട്ടബിൾ ടൈമിനനുസരിച്ച് പഠിക്കാനുള്ള ഓപ്ഷൻസ്, ഇങ്ങനെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള നമ്മളെല്ലാവരും പ്രിഫർ ചെയ്തിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതില് നമ്മൾ പ്രിഫർ ചെയ്തിരുന്ന പല കാര്യങ്ങളും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവൈലബിൾ ആയിരുന്നില്ല. ആ സമയത്ത് നമ്മൾ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പഠിച്ചു, നമുക്ക് JRF കിട്ടി. JRF കിട്ടിയതിന് ശേഷം നമ്മൾ ടീം ആലോചിച്ചു, നൗ വി ആർ ക്വാളിഫൈഡ്, നൗ വി വാണ്ട് ടു, നമുക്ക് മിസ്സിംഗ് ആയിട്ടുള്ള ലിങ്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്താലോ എന്ന് ആലോചിച്ചു. ഇപ്പൊ നമ്മൾ പറയാറുണ്ടല്ലോ, നിങ്ങൾ വായിക്കാൻ ആഗ്രഹിച്ച പുസ്തകം ഇതുവരെ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ പുസ്തകം എഴുതണം. അല്ലെങ്കിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ സിനിമ ഡയറക്റ്റ് ചെയ്യണം. അടുത്തൊരു ജനറേഷൻ, നിങ്ങളെ മക്കളും ആ പുസ്തകത്തിന് വേണ്ടിയിട്ടോ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടോ അന്വേഷിച്ചിറങ്ങരുത് എന്നുള്ളതാണ്. അതായത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് മിസ്സിംഗ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ള കുറെ സംഭവങ്ങൾ നടപ്പിൽ വരുത്താൻ വേണ്ടിയിട്ടുള്ള കുറച്ചൊരു JRF ഹോൾഡേഴ്സിന്റെ എഫേർട്ടാണ് AIF എഡ്യൂക്കേഷൻ എന്നുള്ളത്. കുറച്ച് ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമുക്ക് അവസാനം ഡിസ്കസ് ചെയ്യാം, ഇപ്പൊ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പൊ നമുക്കറിയാം NTA നെറ്റ്, ഓക്കെ, NTA തന്നെയാണ് നമ്മുടെ UGCയുടെ നെറ്റ് ഫോർ ആർട്സ് സബ്ജക്ട്, അറൌണ്ട് 80+ സബ്ജക്റ്റിനും CSIR നെറ്റും നടത്തുന്നത് NTA തന്നെയാണ്. അപ്പം ഈ ഒരു UGCയുടെ നെറ്റിന് നമ്മുടെ നാട്ടിൽ കുറച്ചധികം ഫോക്കസുകൾ ഉണ്ട്, കുറച്ചധികം ഗൈഡൻസ് നടക്കുന്നുണ്ട്, കൂടുതൽ ആളുകൾക്ക് അറിയാം. മേ ബി നമ്പർ ഓഫ് സ്റ്റുഡൻസ് കൂടുതലായതുകൊണ്ടും 80+ സബ്ജക്റ്റ് ഉള്ളത് കൊണ്ടും ആയിരിക്കാം. ഓക്കെ, അപ്പം അതിൽ നല്ല ഓറിയന്റേഷൻ ഉണ്ട്, നല്ല ഐഡിയ ഉണ്ട്, പല സ്ഥലങ്ങളിൽ ക്ലാസ്സുകൾ ഉണ്ട്, പ്രിപ്പറേഷൻ ഉണ്ട്, ടീം ഉണ്ട്, പിയർ ഗ്രൂപ്പ് ഉണ്ട്, മെക്കാനിസം സംഭവങ്ങളൊക്കെ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാകും. നമ്മളും അതിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു ആളുകൾ തന്നെയാണ് കേട്ടോ. അതേസമയം when it comes to CSIR നെറ്റ്, ഓക്കെ, CSIR സയൻസ് സബ്ജക്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള നെറ്റിന്റെ കേസിൽ നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു ആസ്പെക്ട്, ഇറ്റ്സ് ബേസിക്കലി ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഓറിയന്റേഷൻ പലയിടത്തും സംഭവിക്കുന്നില്ല, പലർക്കും അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് അറിയില്ല പോലെയുള്ള കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. ആ ഒരു കേസിലാണ് നമ്മളൊരു ഫ്രീ ആയിട്ടുള്ള ഒരു വെബിനാർ നടത്തുക എന്നുള്ള ഒരു സംഭവം, ഓക്കെ, നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു വെബിനാർ നടത്തുക എന്നുള്ള സംഭവം നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു വെബിനാറിന്റെ സ്ട്രക്ചർ എങ്ങനെയാന്ന് വെച്ചാൽ, ഓക്കെ, വെബിനാറിന്റെ സ്ട്രക്ചർ എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. വെബിനാറിന്റെ സ്ട്രക്ചർ വിൽ ബി ഇൻ സച്ച് എ വേ ദാറ്റ് ഫസ്റ്റ് നമുക്ക് വി വിൽ ബി ഹാവിംഗ് എസ്റ്റീംഡ് ഫാക്കൽറ്റി കുറച്ച് MSc ഫിസിക്സിന് ശേഷമുള്ള ആ സാധ്യതകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം സംസാരിക്കും. ഓക്കെ, സാധ്യതകളെ സംഭവങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം ഡിഫറെന്റ് സ്കോളർഷിപ്പുകളെ കുറിച്ച്, IIT ജാമിനെ കുറിച്ച്, ഓക്കെ, നിസ്റ്റ് എക്സാമിനെ കുറിച്ച്, അതുമല്ലെങ്കിൽ ജസ്റ്റ് എക്സാം, അതുപോലെ തന്നെ CSIR നെറ്റിനെ കുറിച്ചൊക്കെ വളരെ ബ്രീഫായിട്ട് പറയും. ബ്രീഫായിട്ടേ പറയുള്ളൂ, കാരണം നമുക്ക് അതിനുള്ള സമയമുള്ളൂ. ഇറ്റ്സ് ജസ്റ്റ് എൻ ഓറിയന്റേഷൻ ആസ്പെക്ട്. ഹോപ്പ്ഫുള്ളി നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് അനുസരിച്ച്, നിങ്ങളുടെ ഫർദർ ഇൻഫോർമേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് എത്രത്തോളം ഇത് ഫ്രൂട്ട്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഹോപ്പ്ഫുള്ളി നമുക്ക് വേണമെങ്കിൽ IIT ജാമിനെ കുറിച്ചോ CSIR നെറ്റിനെ കുറിച്ചൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ഓറിയന്റേഷൻ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള സമയങ്ങളിൽ നമ്മൾ നടത്തുന്നതായിരിക്കും കേട്ടോ, നമുക്ക് നടത്താം. അപ്പൊ ഇന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വളരെ ഓറിയന്റേഷൻ ആസ്പെക്റ്റിലാണ്. നിങ്ങൾക്ക് അറൌണ്ട് ഒരു 40 minutes ആണ് കൺസിഡർ ചെയ്യുക, ഒരു 30 to 35 minutesന്റെ ഉള്ളിലൊക്കെ അറൌണ്ട് നമ്മൾ സാറ് വൈൻഡപ്പ് ചെയ്യും. അതോടനുബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ചോദിക്കാം, അല്ലെങ്കിൽ വൺസ്
സാറ് സെഷൻ ഓവർ ആയതിനു ശേഷം നിങ്ങൾക്ക് ചോദിക്കാം. അവസാനം നമ്മൾ CSER നെറ്റിനും IIT ജാമിനും ഒക്കെ ഓറിയന്റേഷൻ ആയിട്ടുള്ള വി ഹാവ് എ ലോട്ട് ഓഫ് ബ്രോഡ്കാസ്റ്റ് ആൻഡ് അതർ സിസ്റ്റം, അതിനെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നും ഇടാതെ ഓക്കെ, ആവശ്യത്തിന് ഇൻട്രൊഡക്ഷൻ ആയില്ലേ, ഐ ആം ഇൻവൈറ്റിംഗ് ഞാൻ നമ്മളെ ഫാക്കൽറ്റിയെ നിങ്ങളെ മുന്നിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമ്മൾ ഫാക്കൽറ്റി അഭിലാഷ് TK. ഓക്കെ, ഹീസ് എ JRF ഹോൾഡർ ഇൻ ഫിസിക്സ്. ഫിസിക്സിൽ JRF ഹോൾഡർ ആണ്. അറൌണ്ട് 12 years of teaching experience ഉണ്ട്, 5 years in coaching and this aspect, and also 3 years of experience in CSIR net. And presently he is doing his JRF in physics, and he is doing his PhD in physics from CSIR National Institute of Interdisciplinary Science. Okay, he is doing from NIST. നമ്മൾ ഇന്ന് നമ്മൾ എല്ലാ ആസ്പെക്റ്റുകളും വിൽ ബി ഡിസ്കസിങ് ഓൾ അതർ ആസ്പെക്റ്റോ, എല്ലാ ആസ്പെക്റ്റുകളും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഗേറ്റും ജാമും CSER ഒക്കെ ഡീറ്റെയിൽ ആയിട്ട്. ഗേറ്റ് പ്രിഫറബിൾ ആണെങ്കിൽ വിൽ ബി ഹാവിങ് എ ഡിഫറെന്റ് വെബിനാർ ഓൺ ഗേറ്റ്, ഡിഫറെന്റ് വെബിനാർ ഓൺ IIT ജാം, ഡിഫറെന്റ് വെബിനാർ ഓൺ CSER നെറ്റ് എക്സെട്ര. ഇപ്പൊ ജസ്റ്റ് ആഫ്റ്റർ MSc ഫിസിക്സ് എന്താണ് ഓറിയന്റേഷൻ എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. I will invite our esteemed guest Abhilash. Okay, Abhilash, you can take over the mic. I hope it's audible. Thank you, Anis. Am I audible and visible? Yeah, you're audible and visible, I think. My slides are visible now? Yeah, it's visible. It's thanks Safia Education Foundation and Anis for giving an opportunity to present this opportunity in front of our students. And first of all, I'm Abhilash. Good evening all students, and welcome to a small session. Why MSc Physics? ഇതിന്റെ ഹെഡിങ് കണ്ടപ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞപ്പോൾ തന്നെ അവരെല്ലാവരും ചോദിച്ചതാണ്. ഇത് നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, എന്തിനാണ് MSc ഫിസിക്സ് എടുത്തത്. അപ്പോൾ പല മക്കളും BSc ഫിസിക്സിന് ശേഷം MSc അങ്ങ് എടുത്തു പോകുന്നു. BScക്ക് ശേഷം എന്താണ് MSc, ആ ഒരു തരത്തിൽ അങ്ങോട്ട് ലീഡ് ചെയ്യപ്പെടുക. അതായത് അതിന്റെ യഥാർത്ഥ ഓപ്പർച്യൂണിറ്റീസ് അറിഞ്ഞുകൊണ്ടല്ല നമ്മൾ പലരും MSc ഫിസിക്സിലേക്ക് വരുന്നത് തന്നെ. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് MSc ഫിസിക്സ് എന്ന് പറയുന്ന കോഴ്സ് എടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്തെല്ലാമാണ്, അതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ട എക്സാമിനേഷൻസ് ഏതൊക്കെയാണ്, ഇതിനെ പറ്റിയിട്ടുള്ള വളരെ ബ്രീഫ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഈ സമയത്തിൽ തരാൻ ഉദ്ദേശിക്കുന്നത്. കാര്യം നമ്മുടെ ബ്രോഷറിൽ തന്നെ മെൻഷൻ ചെയ്തിരുന്ന കാര്യങ്ങൾ, സ്കോളർഷിപ്പ്, ഓപ്പർച്യൂണിറ്റീസ്, റിസർച്ച്, കോമ്പറ്റേറ്റീവ് എക്സാം, ഇത് ഓരോന്നും നമുക്ക് 1 മണിക്കൂറിന് മേലെ തന്നെ സംസാരിക്കാനുള്ള കാര്യമാണ്. അപ്പോൾ ഇതിലെല്ലാം ഓരോ ടോപ്പിക്കിലും ഏറ്റവും പ്രധാനപ്പെട്ട മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത്. ഓക്കെ, വേറെ സ്റ്റേറ്റ്സിലുള്ള ആൾക്കാരുണ്ട്, പീപ്പിൾ ഫ്രം അതർ സ്റ്റേറ്റ്സ് ഓൾസോ. ഐ വിൽ യൂസിങ് both Malayalam and English also. Okay, so we are starting with a scholarship for BSc and MSc physics students. Some BSc physics students also there in this talk. So first one is the INSPIRE scholarship. INSPIRE scholarship, നമുക്ക് ആദ്യം കുറച്ച് സ്കോളർഷിപ്പിനെ പറ്റിയിട്ട് പറയാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കോളർഷിപ്പാണ് INSPIRE scholarship. അതിനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരും. ഫസ്റ്റ് ഇതാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്ന പ്രധാനപ്പെട്ട സ്കോളർഷിപ്പുകൾ. ഇതിൽ ഓരോന്നിനെ പറ്റിയിട്ടും നമുക്ക് സംസാരിക്കാം. ഫസ്റ്റ് വൺ INSPIRE സ്കോളർഷിപ്പ്. ആക്ച്വലി ഈ സ്കോളർഷിപ്പിനെ പറ്റി ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം, ഈ ക്ലാസ് കേൾക്കുന്ന മക്കളുടെ എല്ലാം അനിയന്മാരോ അനുജത്തിമാരോ ഉണ്ടെങ്കിൽ അവർക്ക് വരെ ഉപയോഗപ്പെടുന്ന ഒരു സ്കോളർഷിപ്പാണ് INSPIRE സ്കോളർഷിപ്പ്. ഇത് ആക്ച്വലി 6ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഉള്ള ഒരു പ്രൈമറി സ്കോളർഷിപ്പാണ് ACAT, സ്കീം ഫോർ ഏർലി അട്രാക്ഷൻ ഓഫ് ടാലൻസ്. അതിന് 1 million സ്റ്റുഡൻസിന് പെർ ഇയർ 5,000 rupees ആണ് സ്കോളർഷിപ്പ് ആയിട്ട് കൊടുക്കുന്നത്. ശ്രദ്ധിക്കുക, 6th സ്റ്റാൻഡേർഡ് തൊട്ട് 10th സ്റ്റാൻഡേർഡ് വരെയുള്ള നിങ്ങളുടെ അനുജന്മാരോ അനുജത്തിമാരോ ഉണ്ടെങ്കിൽ അവരെ ഇതിനെ പറ്റിയിട്ട് ഓർമ്മിപ്പിക്കുക. ഇത് കൂടാണ്ട് ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ചാൽ 11ാം ക്ലാസ്സിൽ ഇൻ ദ ക്ലാസ് 11 they have a wonderful opportunity to contribute
a part in an internship. They can interact with the eminent scientist. ഒരു ക്യാമ്പും കൂടി ഈ പ്രോഗ്രാം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഓക്കെ, സോ അതിൻ്റെ ഒരു പാർട്ടാണ്. ദെൻ സ്കീം ഫോർ ഹയർ എഡ്യൂക്കേഷൻ, അതായത് നിങ്ങളുടെ പ്രൈമറി എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം, അതായത് BSc-യിലേക്കും MSc-യിലേക്കും പോകുമ്പോൾ നിങ്ങൾക്ക് തരുന്ന സ്കോളർഷിപ്പാണ് SHE പ്രോഗ്രാം സ്കോളർഷിപ്പ്. അത് ലിമിറ്റഡ് സ്റ്റുഡൻസിന് മാത്രമേ കൊടുക്കാറുള്ളൂ. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നല്ല മാർക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. അതാണ് ഒരു പ്രൈമറി ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ. സ്കോളർഷിപ്പ് എമൗണ്ട് പെർ ഇയർ 80,000 ആണ് ലഭിക്കുന്നത്. 10,000 സ്റ്റുഡൻസിനാണ് ഈ സ്കോളർഷിപ്പ് അവാർഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് യുവർ PG, if you are going for research, that scholarship will extend, but it is restricted to only 1,000 students per year. The scholarship amount cost around 80,000 per annum. Okay. Then after completing PhD, if you are going for PDF, there is again assured opportunity for research. 1,000 fellowships are there per year. 80,000 rupees will be the scholarship amount. But there is an age limit. Your age should be between 27 and 32 to get this one. ഇതാണ് ഇൻസ്പയർ സ്കോളർഷിപ്പ്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട സ്കോളർഷിപ്പാണ് വിമൻ സയന്റിസ്റ്റ് സ്കീം. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുന്നേ മറ്റു 2 സ്കോളർഷിപ്പുകളെ പറ്റി കൂടെ നമുക്ക് പറയാം. കിഷോർ വൈജ്ഞാനിക് പ്രോത്സാഹൻ യോജന സ്കോളർഷിപ്പ്. 10th കഴിഞ്ഞ ഏതൊരു കുട്ടിക്കും ഈ സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. അതായത് വെൻ യു ആർ ഇൻ ക്ലാസ് 11 or 12 or first BSc, you can apply for this scholarship. ഇതിന് വേണ്ടിയിട്ട് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം നടത്തും. വളരെ ടഫ് ആയിട്ടുള്ള ഒരു എക്സാം ആണ്. കാര്യം ഈ സ്കോളർഷിപ്പ് നിങ്ങൾക്ക് തരുന്നത് എന്ന് പറഞ്ഞാൽ IISc ബാംഗ്ലൂർ ആണ്. IISc. സോ IISc തരുന്ന ഈ സ്കോളർഷിപ്പ്, അവരുടെ എക്സാം, ഇന്റർവ്യൂ, ഈ കടമ്പകൾ കടന്നു വേണം നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പ് അച്ചീവ് ചെയ്യാനായിട്ട്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, വൺസ് യു അച്ചീവ് ദി സ്കോളർഷിപ്പ് ഇൻ ക്ലാസ് 12 or 11, നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് BSc കോഴ്സിന് ISERS-കളിൽ ജോയിൻ ചെയ്യാം. പിന്നീട് അവരുടെ എക്സാമിനേഷൻസോ ഒന്നും എഴുതേണ്ട കാര്യമില്ല. സ്കോളർഷിപ്പ് KVPY ഈസ് ആക്ച്വലി ആൻ എൻട്രൻസ് എക്സാമിനേഷൻസ് ഓൾസോ. നമ്മുടെ പ്രമുഖ കോച്ചിങ് സെന്ററുകളെല്ലാം ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് KVPY സ്കോളർഷിപ്പിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ വണ്ടർഫുൾ സ്കോളർഷിപ്പ്. അതിന്റെ എമൗണ്ട് കൂടെ ഞാനൊന്ന് പറയാം. IISc ആണ് എന്റെ ഏജൻസി. Eligibility I already mentioned 10th, and scholarship amount per month 5,000 rupees for BSc students. If you are doing integrated course, integrated BSc course, integrated MSc course, after completing your 3rd year, in 4th and 5th year you will get 7,000 per month. Okay, then IGCAR JRF scholarship for single girl child. അതായത് പെൺകുട്ടികളെ വിദ്യാഭ്യാസ ഉന്നത നിലയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കോളർഷിപ്പാണിത്. ഇത് PhD-ക്ക് എൻറോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള, ഇതിനൊരു എലിജിബിലിറ്റി എന്ന് പറയുന്നത് കുട്ടി പാരന്റിന്റെ ഒരൊറ്റ ചൈൽഡ് ആയിരിക്കണം, എന്നാൽ മാത്രമേ ഈ സ്കോളർഷിപ്പ് നമുക്ക് കിട്ടൂ. മറ്റൊരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് യുവർ ഏജ് ലിമിറ്റ് ഷുഡ് ബി ലെസ് ദാൻ 30. നിങ്ങൾ PG-യിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിന് ആ ടൈമിൽ തന്നെ ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് your PG, you may get an opportunity to do research also using this scholarship. ഈ സ്കോളർഷിപ്പ് PG-യിലൊക്കെയുള്ള സ്കോളർഷിപ്പാണ്. PG-യിലുള്ള ഈ സ്കോളർഷിപ്പ് എമൗണ്ട് എന്ന് പറയുന്നത് ആക്ച്വലി 30,000 rupees ആനുവലി. ഇന്ദിരാഗാന്ധി സ്കോളർഷിപ്പ് 16,000 രൂപയാണ് ആനുവലി കിട്ടുന്നത്. ഇതൊരു പ്രധാനപ്പെട്ട സ്കോളർഷിപ്പാണ്. പ്രത്യേകിച്ച് എല്ലാ പെൺകുട്ടികളും ഇതിനെപ്പറ്റി അവെയർ ആയിരിക്കുക. ദെൻ ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ച് JRF. നിങ്ങൾ PhD ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സ്കോളർഷിപ്പാണിത്. ഇതിനു വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് ടെസ്റ്റ് അവർ നടത്തുന്നുണ്ട്. ഗേറ്റിന്റെ സ്കോർ വളരെ നല്ലതാണെങ്കിൽ ആ സ്കോർ വെച്ചിട്ടും നമുക്ക് ഇതിന് ക്ലെയിം ചെയ്യാവുന്നതാണ്. ദെൻ ദാറ്റ് എമൗണ്ട് ഈസ് 16,000 per month. ദെൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് മെട്രിക് സ്കോളർഷിപ്പ് ഫോർ യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡേഴ്സ്. അതായത് നിങ്ങൾ പഠിക്കുന്ന ഓരോ യൂണിവേഴ്സിറ്റിയിലെയും ടോപ്പ് റാങ്കേഴ്സ് ആണെങ്കിൽ, which means either 1 or 2, and your age is less than 30, then you are eligible to get this scholarship. Scholarship amount cost rupees 3,100 per month. Funding agency UGC ആണ്. Okay.
ഇന്ത്യയിലുള്ള എല്ലാ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള UGC റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾ ടോപ്പ് റാങ്കിൽ എത്തുകയാണെങ്കിലും നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. ദെൻ വിമൻസ് സയന്റിസ്റ്റ് സ്കീം വി വിൽ ടോക്ക് അബൌട്ട് ഇറ്റ് ലേറ്റർ. ഇതൊന്ന് പറഞ്ഞു വിട്ടെ. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ രണ്ട് കാര്യങ്ങളിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ആക്ച്വലി നോട്ട് എ സ്കോളർഷിപ്പ്, ഇറ്റ്സ് എ റിസർച്ച് അസോസിയേറ്റ്ഷിപ്പ് ആണ്. ഡോക്ടർ KS കൃഷ്ണൻ റിസർച്ച് അസോസിയേറ്റ്ഷിപ്പ്. അതായത് നിങ്ങൾക്ക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിൽ ടേക്ക് പാർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് ദിസ് ഈസ് ആക്ച്വലി ഫോർ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് MSc you have done your PhD. After PhD you can take part in this research development program. നിങ്ങൾ റിസർച്ച് ഡെവലപ്മെന്റ് പ്രോഗ്രാമിലേക്ക് അപ്ലൈ ചെയ്ത് നിങ്ങൾ സെലക്ടഡ് ആവുകയാണെങ്കിൽ 1 year നിങ്ങൾക്ക് 40,000 പേയ്മെന്റിൽ നിങ്ങൾക്ക് അവിടെ വർക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ എഫിഷ്യൻസി അനുസരിച്ചിട്ട് നിങ്ങളെ ഡയറക്റ്റ് ആയിട്ട് സയന്റിസ്റ്റ് ആയിട്ട് അബ്സോർവ് ചെയ്യും. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഡോക്ടർ KS കൃഷ്ണൻ റിസർച്ച് അസോസിയേറ്റ്ഷിപ്പ് തരുന്നത്. ഇത് MScക്ക് ശേഷം ആഫ്റ്റർ കംപ്ലീറ്റിംഗ് യുവർ PhD you can have a look on this one. Okay. Then L'Oreal Scholarship for Women. ഇത് ആക്ച്വലി ഒരു കമ്പനിയാണ്, നോട്ട് എ ഗവൺമെന്റ് സെക്ടർ സ്കീം. അവര് per year they are providing 2.5 lakh scholarship for 50 students. After completing your course in higher secondary, +2 ശേഷം നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. അതായത് നിങ്ങൾ BScക്ക് പോകുമ്പോൾ ഫസ്റ്റ് ഇയറിലോ അല്ലെങ്കിൽ +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴോ നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇൻകം ക്രൈറ്റീരിയ മറ്റു കാര്യങ്ങളെല്ലാം ഇതിന് വരും. ബേസ്ഡ് ഓൺ ഇൻകം കൂടെ നോക്കിയിട്ടാണ് നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പ് അലോട്ട് ചെയ്യുന്നത്. ദ ലാസ്റ്റ് വൺ ഈസ് ആക്ച്വലി എ സമ്മർ ട്രെയിനിങ് പ്രോഗ്രാം അലവൻസ് ബൈ ACSIR. ആക്ച്വലി അതൊരു സ്കോളർഷിപ്പ് അല്ല. ഞാൻ എന്തുകൊണ്ട് ഇത് ഇവിടെ പറയുന്നു എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ MSc സ്റ്റുഡൻസിന് മുന്നിലുള്ള ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾ MSc ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സമ്മർ ക്യാമ്പുകളിൽ ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ അറ്റൻഡ് ചെയ്യാന്നുള്ളത്. അത് ACSIR ഫൗണ്ടേഷൻ അതിനു വേണ്ടിയിട്ട് അവസരം ഒരുക്കുന്നുണ്ട്, ISAs ഒരുക്കുന്നുണ്ട്, IITs ഒരുക്കുന്നുണ്ട്. ഇത്തരം ക്യാമ്പുകളിൽ അവിടെയുള്ള ടോപ്പ് സയന്റിസ്റ്റുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അത് എങ്ങനെ ചൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇഫ് യു ആർ വെരി പാഷനേറ്റ് ഇൻ അസ്ട്രോഫിസിക്സ്, അപ്ലൈ ഫോർ സച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇഫ് യു ആർ പാഷനേറ്റ് ഫോർ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്, അപ്ലൈ ഫോർ സച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. ഓക്കെ, അത് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും, ഇന്ത്യയിലുള്ള ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ISAs, IIC, IITs, NITs ഇവരെല്ലാം സമ്മർ ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്യും. അപ്പോൾ MScക്ക് ചെയ്യുന്ന നിങ്ങളുടെ പ്രോജക്റ്റ് ആണ് ആക്ച്വലി റിസർച്ചിലേക്കുള്ള നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഇത്തരം ട്രെയിനിങ് ക്യാമ്പുകൾ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എപ്പോഴും പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഓപ്റ്റ് ചെയ്യുക. മറ്റൊന്ന്, ഇങ്ങനെ ഒരു ക്യാമ്പ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ CV-യിൽ അത് നിങ്ങൾക്ക് പിന്നീട് വയ്ക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് പുറത്തേക്ക് റിസർച്ചിന് വേണ്ടിയിട്ടൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഇതൊരു വലിയ ബോണസ് ആണ്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മിസ് ചെയ്യരുത്. ഇറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ യു സമ്മർ ക്യാമ്പ്സ്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഇന്റൻഷനലി ഇതൊരു സ്കോളർഷിപ്പ് അല്ലെങ്കിൽ കൂടി, ആക്ച്വലി ഇതൊരു സമ്മർ ക്യാമ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ടിങ് ആണ്, എന്നാൽ കൂടി ഞാൻ അതവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നതിന് കാരണം. അപ്പൊ സമ്മർ ക്യാമ്പിനെ പറ്റിയിട്ട് മനസ്സിലിരിക്കട്ടെ. അത് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും സൈറ്റുകൾ നിങ്ങളൊന്ന് നോക്കിക്കൊണ്ടിരുന്നാൽ മതി, നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. ഓക്കെ, ഞാൻ ഈ സ്കോളർഷിപ്പിനെ പറ്റി ഇവിടെ ഒന്ന് പറയാം. ഈ സ്കോളർഷിപ്പ് വന്നിട്ട് ഡോക്ടർ APJ അബ്ദുൽ കലാം സമ്മർ ട്രെയിനിങ് പ്രോഗ്രാം സ്കോളർഷിപ്പ് ഈ സമ്മർ ക്യാമ്പ് മിക്കവാറും നടത്തുന്ന ഒരു 2 or 3 monthsലേക്കായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ക്യാമ്പിലേക്ക് എത്തുന്നതും തിരിച്ചു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള വണ്ടിക്കൂലി TA അലവൻസ് ആയിട്ട് അവർ 5000 രൂപ വരെ തരും. പിന്നെ കൂടാണ്ട് ഓൺ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ദ ക്യാമ്പ് യു വിൽ ഗെറ്റ് സ്കോളർഷിപ്പ് എമൗണ്ട് ഓഫ് 25,000 rupees. പക്ഷെ ടോട്ടല് 20 സ്കോളർഷിപ്പ് മാത്രമേ ഉള്ളൂ. ദർ വിൽ ബി സ്ക്രീനിങ് പ്രോഗ്രാം ഫോർ ഇറ്റ്. നിങ്ങളുടെ പ്രോജക്റ്റ്, അതിന് മുന്നേ ചെയ്ത പ്രോജക്റ്റുകൾ, ചിലപ്പോൾ നിങ്ങൾ UGയിൽ ചെയ്ത പ്രോജക്റ്റുകളാവാം, പിന്നെ നിങ്ങളുടെ റെഫർ ചെയ്യുന്ന ഗൈഡുകളാവാം. ഇതെല്ലാം അവിടെ ഒരു ക്രൈറ്റീരിയൻ ആയിട്ട് വരും. ഓക്കെ, ദെൻ ദിസ് വൺ വി സ്കിപ്ഡ് വുമൻ സയന്റിസ്റ്റ് സ്കീം. ഇത് വിമൻ എംപവർമെന്റിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു എക്സലന്റ് ആയിട്ടുള്ള ഒരു സ്കോളർഷിപ്പ് ആണ്. അതായത് ഇൻ ബിറ്റ്വീൻ ഏജ് പീരീഡ് 27 to 57, ഈ ഏജ് പീരീഡിലുള്ള എല്ലാ വിമൻസിനും ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. ഇതിന്റെ എല്ലാ ഡീറ്റെയിലിംഗ് ഇത് അവിടെ കാണുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ് ടു 30 lakh വരെയാണ് ഈ സ്കോളർഷിപ്പ് പറയുന്നത് ടോട്ടൽ.
For PhD or equivalent research, you have this much scholarship. Okay, corresponding qualification, scholarship amount, clear ആയിട്ട് ഞാൻ അവിടെ കാണിച്ചിട്ടുണ്ട്. Okay. Even though if you have a career break, you can apply for this one. Okay. ഒരു ക്രൈറ്റീരിയ ആയിട്ടും കൂടെ അവർ പറയുന്നുണ്ട്. If you have some career break, then only you have women scientist scheme. നോക്കുക, വിമൻ എംപവർമെന്റിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് വെച്ചിരിക്കുന്ന സ്കോളർഷിപ്പ് ആണ് വൺ ഓഫ് ദ ഹയസ്റ്റ് എമൗണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ദ ജോബ് ഓപ്പർച്യൂണിറ്റി. MSc ശേഷം ഉള്ള ഓപ്പർച്യൂണിറ്റി എന്തെല്ലാമാണ്? മെയിൻ ആയിട്ട് നിങ്ങൾക്ക് സയന്റിഫിക് ഓഫീസർ ആയിട്ടാണ് ഒരു സ്ട്രീം, മറ്റൊന്ന് ടീച്ചിങ്. ഇത് രണ്ടും അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച MSc ആയിട്ട് ഒരു ബന്ധവുമില്ലാത്ത മറ്റു ജോലികളിലേക്കും നിങ്ങൾക്ക് തിരിയാം. സയന്റിഫിക് ഓഫീസർ എന്ന് പറയുമ്പോൾ സയന്റിസ്റ്റ് ഓഫീസർ പോസ്റ്റുകളാണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. സയന്റിസ്റ്റ് B, C, D കാറ്റഗറി, ടെക്നിക്കൽ ഓഫീസർ, പ്രോജക്ട് അസിസ്റ്റന്റ്, ഇതൊക്കെയാണ് അതിൽ വരുന്നത്. ദ നെക്സ്റ്റ് വൺ ഈസ് ടീച്ചിങ്. ആസ് യു നോ, എനിക്ക് തോന്നുന്നു മെജോറിറ്റി ആൾക്കാർക്കും അറിയാന്നുള്ള ഒരു കാര്യം ഇതാണ്. ആഫ്റ്റർ MSc നമുക്ക് ടീച്ചർ ആവാം, അങ്ങനെ ഒരു കാഴ്ചപ്പാടിലാണ് പലരും. ഓക്കെ, ദാറ്റ് ഈസ് വൺ ഓഫ് ദി ഓപ്പർച്യൂണിറ്റി. യു ക്യാൻ ബി അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കോളേജസ്, ഇൻ യൂണിവേഴ്സിറ്റീസ്, NITs ആൻഡ് ഓൾ. അത് ഓരോന്നിനും ഓരോരോ ക്രൈറ്റീരിയസ് ഉണ്ട്. ഇപ്പൊ IIT-യിൽ നമുക്ക് ലെക്ചർ ആവണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് വേറെ ഉണ്ട്. ദെൻ മറ്റൊന്ന്, നിങ്ങൾക്ക് സ്കൂൾ ടീച്ചർ ആവണമെങ്കിൽ MSc-ക്ക് ശേഷം B.Ed കൂടെ ആവശ്യമായിട്ടുണ്ട്. യു ഹാവ് ടു ടേക്ക് B.Ed ഓൾസോ. മറ്റ് UPSC എക്സാമിനേഷൻസ്, PSC എക്സാമിനേഷൻസ്, ഇതെല്ലാം MSc ഫിസിക്സ് എടുത്താലും നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ഇതില് ഈ ഓപ്പർച്യൂണിറ്റീസ് ഏതെല്ലാം സ്ഥാപനങ്ങളാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? മറ്റൊരു മേജർ കാര്യം ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല, റിസർച്ച് ഓപ്പർച്യൂണിറ്റി. ഇപ്പോൾ റിസർച്ച് ഓപ്പർച്യൂണിറ്റി, ജോബ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് തരുന്ന കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നിങ്ങൾക്ക് ഞാൻ അടുത്തതായിട്ട് പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട കുറെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒന്ന് BARC, ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ. ഞാൻ ഈ പരിചയപ്പെടുത്താൻ പോകുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും പ്രധാനമായിട്ട് വരുന്നത് ഒന്ന്, നിങ്ങൾക്ക് റിസർച്ച് വേണ്ടിയിട്ട് കയറാം, JRF ഫെല്ലോ ആയിട്ട് കയറാം. അപ്പോൾ ഞാൻ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷന്റെയും എന്താണ് അവിടുത്തെ പോസ്റ്റ് എന്ന് വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമില്ല. മറ്റൊന്ന്, നിങ്ങൾക്ക് സയന്റിഫിക് ഓഫീസറായിട്ട് കയറാം. ടെക്നിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റുകൾ ഇതിലുള്ള ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും നിങ്ങളെ വിളിക്കും. ഓക്കെ, ഈ കൂടാണ്ട് ഇപ്പൊ BSc കഴിഞ്ഞ കുട്ടികൾക്കും ഈ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ജോബിന് അപ്ലൈ ചെയ്യാം. ഓക്കെ, ടെക്നിക്കൽ പോസ്റ്റുകളിലേക്കൊക്കെ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്തേണ്ടതെന്ന് വെച്ചാൽ, ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഞാൻ എല്ലാം അവതരിപ്പിക്കുന്നില്ല, പ്രധാനപ്പെട്ട കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവതരിപ്പിക്കുന്നുണ്ട്, ഇത് നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് ഹൗ ടു ഗെറ്റ് ദെയർ. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ സൈറ്റുമായിട്ട് എപ്പോഴും ടച്ച് ആയിരിക്കുക. അപ്പോൾ അവരുടെ നോട്ടിഫിക്കേഷൻസ് വരുമ്പോഴത്തേക്കും അപ്ലൈ ചെയ്യുക, നിങ്ങൾക്ക് അവിടെ ജോലിയിലേക്ക് കയറാൻ പറ്റും. ഓക്കെ, ഒന്ന് BARC ആണ്, അവിടെ അറ്റോമിക് റിസർച്ച് സെന്റർ ആണ്. JRF ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കയറാം. After completing your PhD, you can be a chance to observe as a senior scientist there. മറ്റൊന്ന്, ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ച്, അവിടെയും സയന്റിഫിക് ഓഫീസർ, ടെക്നിക്കൽ ഓഫീസർ എന്നീ ജോബുകളിലേക്ക് നോട്ടിഫിക്കേഷൻസ് എപ്പോഴും വരുന്നുണ്ട്. മറ്റൊന്ന്, എല്ലാവർക്കും അറിയാവുന്ന, അതായത് MSc എടുത്തു കഴിഞ്ഞാൽ എന്താണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് ചോദിക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നൊരു പേജായിരിക്കും ഇന്ത്യൻ സ്പേസ് റിസർച്ച് ആൻഡ് ഓർഗനൈസേഷൻ. അവിടെയും ധാരാളം ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സയന്റിഫിക് ഓഫീസർ, ടെക്നിക്കൽ അസിസ്റ്റന്റ് ആൻഡ് ഓൾ. ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ആൻഡ് ഓർഗനൈസേഷൻ ആൻഡ് SIC. എന്താണ് SIC? സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ. ആക്ച്വലി ISROയുടെ തന്നെ ഒരു പാർട്ടാണത്, എന്നാൽ അത് ഇൻഡിപെൻഡന്റ് ബോഡി ആയിട്ടാണ് നിൽക്കുന്നത്. അവിടെ നിന്നും പല പല പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. NTPC നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ, JRF പോസ്റ്റ് ഉണ്ട്, സയന്റിഫിക് പോസ്റ്റ് ഉണ്ട്. ഞാനൊരു കാര്യം ഇവിടെ മെൻഷൻ ചെയ്യാൻ വിട്ടുപോയി. വാട്ട് ഈസ് എ ക്വാളിഫിക്കേഷൻ? ഒന്ന്, MSc മാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ജോബുകളിലേക്ക് കൊടുക്കാം. ഞാനിതിൽ ഓരോന്നിന്റെയും ഓരോ പോസ്റ്റും അതിന്റെ ക്വാളിഫിക്കേഷനും സ്പെസിഫൈ ചെയ്ത് പറയാൻ നിൽക്കുന്നില്ല. കാര്യം ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലും MSc-ക്കാർക്കും BSc-ക്കാർക്കും ആഫ്റ്റർ PhD-ക്കാർക്കും ഉള്ള ജോബുകൾ അവിടെ തന്നെ ഉണ്ട്. സോ ബെറ്റർ ടു ഗോ ടു ദർ സൈറ്റ് ആൻഡ് ഫൈൻഡ്. ഓക്കെ, നമ്മുടെ ടൈം റെസ്ട്രിക്ഷൻ കാരണം ഓരോ ജോലി എന്താണെന്നും പറഞ്ഞു പോകുന്നില്ല. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കൊക്കെ കയറാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു വഴി എന്ന് പറയുന്നത് ക്ലിയറിംഗ് ഗേറ്റ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. വിത്തിൻ
വിത്ത് ഗ്രേഡ് റാങ്ക്, ഒരു 200 താഴേക്ക് റാങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ടൊക്കെ ഡയറക്റ്റ് എൻട്രി കിട്ടും. ഓക്കെ, ദെൻ വേരിയബിൾ എനർജി സൈക്ലോട്രോൺ സെന്റർ, ദെൻ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി അഹമ്മദാബാദിലുണ്ട്, നമ്മൾ ഹൈദരാബാദിലുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ് സാഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊൽക്കത്ത, ന്യൂക്ലിയർ സയൻസ് സെന്റർ ആൻഡ് നാഷണൽ ജിയോഗ്രഫിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് NGRI, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈഡ്രോളജി, then Department of Atomic Energy, then Bureau of Indian Standards, Indian Meteorological Department, Public Section Undertaking. അതായത് നല്ല റാങ്കോട് കൂടി ഗേറ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പബ്ലിക് സെക്ഷൻ അണ്ടർടേക്കിംഗിൽ ഒരുപാട് കമ്പനികളാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ ഭാരത് ഇലക്ട്രോണിക്സ്, മലബാർ സിമെന്റ്സ്, കോൾ ഇന്ത്യ ലിമിറ്റഡ് ആൻഡ് ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് തുടങ്ങിയിട്ടുള്ള ഒത്തിരി സ്ഥാപനങ്ങൾ പബ്ലിക് സെക്ഷൻ അണ്ടർടേക്കിംഗിൽ വരും. അപ്പോ ഇവിടെയൊക്കെ ഗേറ്റ് വഴി ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് നടക്കാറുണ്ട്. അപ്പോ ഒരു MSc ഫിസിക്സ് പ്ലസ് ഗേറ്റ് ആണ് ഈ ഏരിയയിലേക്ക് കയറാൻ പറ്റിയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ. ദെൻ നാഷണൽ ഇൻഫർമാറ്റിക്സ് സെന്റർ. അപ്പോ എല്ലാം ഞാൻ നോട്ട് ചെയ്തിട്ടില്ല, ഇനി ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇതിലുള്ള പ്രമുഖ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ഞാൻ പറഞ്ഞത്. MScക്ക് ശേഷം നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻസ് ആണ് ഇതെല്ലാം. ഓക്കെ, ഇപ്പൊ എന്താ വഴി? ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ എല്ലാം ഓർഗനൈസേഷൻസിന്റെ സൈറ്റിൽ നിങ്ങൾ എപ്പോഴും വിസിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ജോബ് അലേർട്ട് എന്ന് പറയുന്ന ഒരുപാട് ഓൺലൈൻ മീഡിയാസ് ഒക്കെ ഇപ്പൊ അവൈലബിൾ ആണ്. അതൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൊക്കെ നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ നിങ്ങളുടെ മെയിലിൽ അത് വന്ന് കിടക്കും. ദെൻ യു ക്യാൻ അപ്ലൈ ഫോർ ഇറ്റ്. ഓക്കെ, ആഫ്റ്റർ MSc നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നത് ഇത്തരം പ്രമുഖ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണെന്ന് മറന്നു പോകരുത്. ദെൻ ജോബ് ഓപ്പർച്യൂണിറ്റീസ് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയുന്ന ഒന്നാണ് റിസർച്ച് ഓപ്പർച്യൂണിറ്റി. അവിടെ ഇന്ത്യയിൽ വിത്തിൻ ഇന്ത്യ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന റിസർച്ചിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പുറത്തോട്ട് പോവാം. അതിനെപ്പറ്റി നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നില്ല. അതിന് വേണ്ടിയിട്ട് റിസർച്ച് ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ട് തന്നെ നമ്മളൊരു സെഷൻ ഭാവിയിൽ അറേഞ്ച് ചെയ്യും. അപ്പൊ ഇന്ത്യക്കകത്ത് നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് IITs, IIC, TAFR, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച്, IISERs, NITs, സെൻട്രൽ യൂണിവേഴ്സിറ്റി, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, ഇത്രയും ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ഇതിൽ IIT ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ കയറാൻ വേണ്ടിയിട്ട് ഒന്ന് CSIR നെറ്റ് ക്വാളിഫൈ ചെയ്യുക, മറ്റൊന്ന് ഗേറ്റ് നല്ല റാങ്കിൽ ക്വാളിഫൈ ചെയ്യുക. ഇതാണ് പ്രൈമറി ആയിട്ടുള്ള നിങ്ങളുടെ എലിജിബിലിറ്റി. പിന്നെ IISERസിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് എന്ന് പറയുന്ന ഒരു എക്സാമിനേഷൻ ഉണ്ട്. അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കും. അത് ക്ലിയർ ചെയ്താലും മതി. TAFRന് ഇതൊന്നും പോരാ. TAFR തന്നെ നടത്തുന്ന ഒരു എക്സാമിനേഷൻ ഉണ്ട്, അത് ക്ലിയർ ചെയ്യണം. തിയററ്റിക്കൽ ആയിട്ടുള്ള റിസർച്ചുകളാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൂടുതലായിട്ട് നടക്കുന്നത്. ഓക്കെ, ഇതൊന്നും അല്ലാണ്ട് എങ്ങനെ നിങ്ങൾക്ക് റിസർച്ചിലേക്ക് എത്തിച്ചേരാം? മറ്റൊരു വഴിയാണ് പ്രോജക്റ്റ് അസിസ്റ്റന്റ് ആയിട്ട് എവിടെയെങ്കിലും കയറുക എന്നുള്ളത്. ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പ്രോജക്റ്റ് ഫെല്ലോ ആയിട്ട് കയറുക. അവിടെ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ്, നല്ല പെർഫോമൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് PhDക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അവിടെ ഒരു സാധ്യത മാത്രമാണ്. ഇഫ് യു ക്ലിയർ ദി എക്സാമിനേഷൻ, ഓക്കെ, എലിജിബിലിറ്റി സാറ്റിസ്ഫൈഡ്, എന്നാൽ പ്രോജക്റ്റ് അസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് PhDക്ക് കയറാനുള്ള ഒരു സാധ്യതയുണ്ട്. ഓക്കെ, പ്രോജക്റ്റ് അസിസ്റ്റന്റിന് തന്നെ ഏതാണ്ട് 30,000 rupees ആണ് സാലറി ആയിട്ട് കിട്ടുന്നത്. ആഫ്റ്റർ MSc ആണ് ക്വാളിഫിക്കേഷൻ. പക്ഷെ അതിനൊക്കെ കയറണമെങ്കിൽ MScക്ക് ശേഷം നിങ്ങൾ ചെയ്യുന്ന പ്രോജക്റ്റ് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നിങ്ങൾ പ്രോജക്റ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ഒരു തിരിഞ്ഞു വരുന്നത്. അതുകൊണ്ട് പ്രോജക്റ്റ് നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എല്ലാവരും. മറ്റൊരു കാര്യമാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്, MTech is a wonderful ഓപ്ഷൻ. അതായത് MScക്ക് ശേഷം നിങ്ങൾ ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MTech ചെയ്യുകയാണെങ്കിൽ MTechന്റെ ഒരു വർഷം നിങ്ങൾക്ക് പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള പീരീഡാണ്. ആഫ്റ്റർ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ദിസ് MTech നിങ്ങൾക്ക് SRF ആയിട്ട്, സീനിയർ റിസർച്ച് ഫെല്ലോ ആയിട്ട് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഈ MTechന് ശേഷം നിങ്ങൾക്ക് പുറത്ത് PhDക്ക് പോവാം. ഓക്കെ, അതുകൊണ്ട് ആഫ്റ്റർ MSc MTech is a wonderful option. Then competitive exam for BSc and MSc students. നമുക്ക് കോമ്പറ്റിറ്റീവ് എക്സാമിനെ പറ്റിയിട്ട് നമ്മുടെ മക്കൾക്ക് പല ആൾക്കാർക്കും അറിയാം ഇങ്ങനെയൊക്കെ ഉണ്ട്, പക്ഷെ എങ്ങനെയൊക്കെയാണ് അത് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ടൊരു ധാരണയില്ല.
ആ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഒരു പടം ഉണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാം അറിയായിരിക്കും. ആ സിനിമ നമ്മുടെ ധർമ്മജൻ എക്സാമിന് പോകുന്ന ഒരു സില്ലി ആയിട്ടാണ് പുള്ളി പോകുന്നത്. അപ്പോ ഈ കോമ്പറ്റിറ്റീവ് എക്സാമിനേഷനെ പലരും അപ്രോച്ച് ചെയ്യുന്നത് അതിന്റെ യഥാർത്ഥ ഒരു രീതിയിലല്ല. ആക്ച്വലി ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാമിനേഷൻസ് ആണ് ഈ പറയുന്നതെല്ലാം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് സ്റ്റഡി തന്നെയാണ്. ഓരോന്നായിട്ട് നമുക്ക് പറയാം. IIT JAM എൻട്രൻസ് എക്സാമിനേഷൻ, അതായത് ഇന്ത്യയിലുള്ള IITസിലേക്കും NITസിലേക്കും ഇന്റഗ്രേറ്റഡ് PhDയോ PG ചെയ്യുന്നതിനോ വേണ്ടിയിട്ട് എലിജിബിലിറ്റി തരുന്ന ഒരു എക്സാമിനേഷനാണ് IIT JAM. തേർഡ് ഇയർ BSc പഠിക്കുന്ന സ്റ്റുഡൻസിന് ഇത് എഴുതാനുള്ള യോഗ്യതയുണ്ട്. IITസിൽ നിങ്ങൾ PhD ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ബെനിഫിറ്റ്സ്, അതിനെപ്പറ്റി നമ്മൾ വേറൊരു സെഷൻ അറേഞ്ച് ചെയ്ത് തന്നെ സംസാരിക്കും. അപ്പോൾ UG സ്റ്റുഡൻസിനുള്ള ഒരു എക്സാമിനേഷനാണിത്. മറ്റൊന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ യൂണിവേഴ്സിറ്റികളും നടത്തുന്ന എൻട്രൻസ് എക്സാമിനേഷൻസ് ആണ്. കേരള യൂണിവേഴ്സിറ്റി നടത്താറുണ്ട്, MG, കാലിക്കറ്റ്, BHU, JNU, നമ്മുടെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി. ഈ ഓരോ യൂണിവേഴ്സിറ്റികളും അവരുടേതായിട്ടുള്ള PG എൻട്രൻസ് നടത്താറുണ്ട്, ക്യുസാറ്റ്. അപ്പോ ആ എൻട്രൻസ് എക്സാമിനേഷന് ഓരോ യൂണിവേഴ്സിറ്റികളുടെയും സൈറ്റിലേക്ക് നമ്മൾ പോവുക, അവിടെ രജിസ്റ്റർ ചെയ്യുക, അതാണ് ചെയ്യേണ്ടത്. IIT JAMന്റെ നോട്ടിഫിക്കേഷൻ, IIT JAMന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ അതിന്റെ അഡ്മിഷൻ ഫീ മുമ്പ് അത് പെൺകുട്ടികൾ എൻറ്റയർലി ഫ്രീ ആയിരുന്നു. സം എമൗണ്ട് ഓഫ് ഫീസ് ദെയർ, ഐ തിങ്ക്. ദെൻ അത് ഏതാണ്ട് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴാണ് അതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. മറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ യൂണിവേഴ്സിറ്റി നടത്തുന്നതിന്റെ നോട്ടിഫിക്കേഷൻസ് അറൌണ്ട് ഒരു ജാനുവരി ടു ഏപ്രിൽ ആ ഒരു പീരീഡിലാണ് വരുന്നത്. അതിനുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക, അവരുടെ സൈറ്റ് വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അതിന്റെ അപ്ഡേറ്റ്സും മറ്റും കിട്ടും. ദെൻ ജസ്റ്റ് എക്സാമിനേഷൻ, BScക്കാർക്കും MSc കഴിഞ്ഞ ആൾക്കാർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമിനേഷൻ ആണ് ജസ്റ്റ് എക്സാമിനേഷൻ. ഐസേഴ്സ് ആണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. ഓരോ തവണയും എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് ഓരോ ഐസറുകളായിരിക്കും. ഓക്കെ, ഇത് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐസറുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള, അതായത് PhD ചെയ്യാൻ ഐസറുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റിയാണ് ആവുന്നത്. ജസ്റ്റ് വെച്ചിട്ട് നമുക്ക് IITസിലോട്ടോ അല്ലെങ്കിൽ മറ്റ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലോട്ടോ ഒന്നും പ്രവേശിക്കാൻ പറ്റത്തില്ല. ജസ്റ്റ് കുറെ സെറ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് മാത്രമാണ് ജസ്റ്റ് വെച്ചിട്ട് നമുക്ക് കയറാൻ പറ്റുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു കോമ്പറ്റിറ്റീവ് എക്സാം ഉണ്ട്, അതിന്റെ പാറ്റേണിനെ പറ്റി നമുക്ക് പറയാം പിന്നീട്. ദെൻ എല്ലാവർക്കും അറിയാവുന്ന ഒരു എക്സാമിനേഷൻ ആണ് PG കഴിഞ്ഞാൽ എന്ത് എഴുതണം? PG കഴിഞ്ഞാൽ നെറ്റ് കോച്ചിങ്ങിന് പോകണം. അതൊരു ട്രെൻഡാണ്. ആഫ്റ്റർ PG വാട്ട്? നെറ്റ് കോച്ചിങ്. ഓക്കെ, ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ജോലി സാധ്യത തരുന്ന അല്ലെങ്കിൽ റിസർച്ച് ഓപ്പർച്യൂണിറ്റി തരുന്ന ഒരു എക്സാമിനേഷൻ തന്നെയാണ് CSIR നെറ്റ്. നാഷണൽ ലെവലിലുള്ള ഒരു ടെസ്റ്റ് ആണ്. ഇത് കൂടാണ്ട് നിങ്ങൾക്ക് ഒരു കോളേജിൽ പഠിപ്പിക്കണമെങ്കിലുള്ള ലെക്ചർഷിപ്പ് യോഗ്യത തരുന്ന ഒരു എക്സാമിനേഷൻ ആണ് CSIR നെറ്റ്. നിങ്ങൾ അതിൽ ഹയർ റാങ്ക് വാങ്ങുകയാണെങ്കിൽ യു വിൽ ബി ക്വാളിഫൈഡ് ആസ് JR. ദെൻ ഗേറ്റ്, അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും. ദെൻ TAFR, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന എക്സാമിനേഷൻ ആണ്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സെറ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അതിലേക്കുള്ള പ്രവേശനമാണ് TAFR ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ എൻട്രൻസ് എക്സാമിനേഷൻസ് വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ഒരു ടഫ് എക്സാമിനേഷൻ ആണ് TAFR എക്സാമിനേഷൻ. ദെൻ GRE, അതായത് ഗ്രാജുവേറ്റ് റെക്കോർഡ് എക്സാമിനേഷൻ. അതായത് നിങ്ങൾക്ക് വർഷത്തിൽ 3 തവണ GRE എക്സാമിനേഷനെ പറ്റി പറയുമ്പോൾ അതിന് 2 ടെസ്റ്റുകളാണ് ഉള്ളത്. ഒന്ന് ജനറൽ ടെസ്റ്റ്, ദെൻ സബ്ജക്ട് വൈസ് ടെസ്റ്റ്. ജനറൽ ടെസ്റ്റ് നിങ്ങൾക്ക് ത്രൂ ഔട്ട് ദി ഇയർ എടുക്കാൻ പറ്റും. സബ്ജക്ട് ടെസ്റ്റ് വർഷത്തില് 3 മാസത്തിലാണ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ആ മാസങ്ങള് ഏപ്രിൽ, സെപ്റ്റംബർ ആൻഡ് ഒക്ടോബർ. എന്താണ് GRE എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എലിജിബിലിറ്റി? അതായത് നിങ്ങൾക്ക് ഫോറിൻ കൺട്രീസിൽ റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഫെലോഷിപ്പ് നേടിത്തരുന്ന ഒരു എക്സാമിനേഷൻ ആണ് GRE. ഓക്കെ, നിങ്ങളുടെ സ്കോറിനും മറ്റും അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഫോറിൻ കൺട്രീസിലേക്ക് GRE സ്കോർ വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അത് നമ്മുടെ ജനറൽ ടെസ്റ്റ് അനലിറ്റിക്കൽ നോളജ് ആണ് അവിടെ ചെക്ക് ചെയ്യപ്പെടുന്നത്. ദെൻ സബ്ജക്ട് ടെസ്റ്റിലെ MCQ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ബേസ്ഡ് ഓൺ യുവർ സബ്ജക്ട് ഉള്ളി. അതിന്റെ സിലബസ് എല്ലാം നെറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഭംഗിയായിട്ട്
BSc മുതൽ MSc വരെയുള്ള പാഠഭാഗങ്ങൾ ക്ലിയർ ആക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ മറ്റൊന്ന് ജിയോ ഫിസിസ്റ്റ് എക്സാമിനേഷൻ. MSc കഴിഞ്ഞ കുട്ടികൾക്കുള്ള വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണ്. UPSC നടത്തുന്ന ഒരു എക്സാമിനേഷൻ ആണ് ജിയോ ഫിസിക്സ്, ജിയോ സയന്റിസ്റ്റ്. അതിന് 2 ടെസ്റ്റുകളുണ്ട്. ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ട്. അതിൽ പേപ്പർ 1 ജനറൽ സ്റ്റഡീസ് ആണ്, 2 മണിക്കൂറിന്റെ ഒരു എക്സാമിനേഷൻ ആയിരിക്കും. പേപ്പർ 2 ജിയോ ഫിസിക്സ് ആയിരിക്കും. ആക്ച്വലി MSc ലെവലിലുള്ള ഫിസിക്സ്, ജിയോഗ്രഫി, ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് ആ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ സബ്ജക്ട് അല്ലാണ്ട് അതും കൂടെ പഠിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട, നമ്മുടെ MSc തറവാട്ട് പഠിക്കുക, നമ്മുടെ സബ്ജക്റ്റിൽ നിന്നുള്ളത് തന്നെ നന്നായിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ കയറി പറ്റാൻ പറ്റും. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് സയന്റിസ്റ്റ് പോസ്റ്റിലേക്കുള്ള ജോബാണ്. Once you clear the preliminary, you have main part, 3 papers, 200 mark each, 3-hour examination. ഇത്രയും കടന്നിട്ട് വേണം നമുക്ക് അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, ഒരു സയന്റിസ്റ്റ് പോസ്റ്റിലേക്ക് എത്താൻ. MSc കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് സയന്റിസ്റ്റ് പോസ്റ്റ് തരുന്ന ഒരു എക്സാമിനേഷൻ ആണ് ജിയോ ഫിസിസ്റ്റ് എക്സാമിനേഷൻ. ദെൻ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയ, എന്നാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന എൻട്രൻസ് എക്സാമിനേഷൻസിനെ പറ്റി നമുക്ക് കൂടുതലായിട്ട് നോക്കാം. ഒന്ന് IIT JAM. അതിന്റെ എക്സാം പാറ്റേൺ ആണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. അതിൽ 3 സെക്ഷൻസ് ആയിട്ടാണ് ഉള്ളത്. അതിൽ A സെഷനിൽ 30 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അതിൽ 10 ക്വസ്റ്റ്യൻസ് 1 മാർക്കാണ്. MCQ ക്വസ്റ്റ്യൻസ് ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ നിങ്ങൾ റോങ് ആയിട്ട് ആൻസർ ചെയ്യുകയാണെങ്കിൽ യു വിൽ ഹാവ് എ നെഗറ്റീവ്. കൂടാണ്ട് ഒരു 20 ക്വസ്റ്റ്യൻസ് 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. 2/3 ആണ് നെഗറ്റീവ്. അതായത് 1 മാർക്ക് ക്വസ്റ്റ്യനിൽ നിങ്ങൾ തെറ്റിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് -0.33 ആണ് നിങ്ങളുടെ മാർക്ക് റെഡ്യൂസ് ചെയ്യുക. അതേസമയം 2 മാർക്ക് ക്വസ്റ്റ്യൻ നിങ്ങൾ തെറ്റിക്കുകയാണെങ്കിൽ 2നെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അറൌണ്ട് 0.66, അല്ലെ 2/3 എന്ന് പറയുമ്പോഴത്തേക്കും 1.2 മാർക്കിന് മേലെ അവിടെ റെഡ്യൂസ് ചെയ്യപ്പെടും. അതാണ് 2 മാർക്ക് ക്വസ്റ്റ്യൻ റോങ് ആയി കഴിഞ്ഞുള്ള ഒരു പ്രശ്നം. ദെൻ മൾട്ടിപ്പിൾ സെലക്ടഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട് 10 എണ്ണം. അതായത് യു ഹാവ് എ ക്വസ്റ്റ്യൻ ആൻഡ് ദർ വിൽ ബി സെറ്റ് ഓഫ് ഓപ്ഷൻസ് എമംഗ് വിച്ച് മോർ ദാൻ 1 ഓപ്ഷൻ ഈസ് കറക്റ്റ്. അത് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് പിക്ക് ചെയ്യണം. അതിലിപ്പോ 3 എണ്ണം കറക്റ്റ് ആണെങ്കിൽ 3 നിങ്ങൾ കറക്റ്റ് ആയിട്ട് പിക്ക് ചെയ്താലേ നിങ്ങൾക്ക് ആ 2 മാർക്ക് കിട്ടും. ബട്ട് ദർ ഇസ് നോ നെഗറ്റീവ് മാർക്കിംഗ്. ദെൻ NAT ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അതിനുശേഷമുള്ളത്. അത് 1 മാർക്കിനുള്ളതുകൊണ്ട് 2 മാർക്കിനുള്ളതും. അവിടെയും നെഗറ്റീവ് മാർക്കിംഗ് ആപ്ലിക്കബിൾ അല്ല. ഇതിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക മക്കളെ, IIT JAMന്റെ കട്ട് ഓഫ് നിങ്ങളൊന്ന് നോക്കുക. ഓരോ ഇയറിന്റെ 100 മാർക്കിനാണ് നമ്മുടെ ടോട്ടൽ എക്സാമിനേഷൻ നടക്കുന്നത്. അതിൽ ആ കട്ട് ഓഫ് നിങ്ങൾ നോക്കുക. കഴിഞ്ഞ 5 വർഷത്തിന് ഉള്ള ഒരു പ്രൊഫൈൽ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. 25 മാർക്കിന് മുകളിൽ കട്ട് ഓഫ് ഇതുവരെ പോയിട്ടില്ല, ജനറലിലാണ്. അപ്പോ BSc ഫിസിക്സ് നിങ്ങൾ പഠിക്കുന്നത് പ്രോപ്പറായിട്ടൊന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമിനേഷൻ ആണ് IIT JAM. കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുക, കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. then you can easily qualify this examination. നിങ്ങൾ നോക്കുക, OBCയുടെ കട്ട് ഓഫ് അവിടെ വീണ്ടും കുറയും. SC STക്ക് 2021 കട്ട് ഓഫ് നോക്കുക 9 മാർക്ക്. അതായത് 10 MCQ ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആക്കിയാൽ മതി IITസിൽ ക്വാളിഫൈ ആവും. ഇത് കട്ട് ഓഫ് ആട്ടോ ഞാൻ പറയുന്നത്. നിങ്ങൾ IIT JAM ക്വാളിഫൈ ആയതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഒരിക്കലും IITസിലേക്ക് പ്രവേശനം കിട്ടത്തില്ല. അതായത് നല്ല റാങ്കിൽ വരണം. അതായത് ഇതിപ്പോ 20 ഒക്കെയാണ് കട്ട് ഓഫ് വരുന്നതെങ്കിൽ എബോവ് 30, 35 ഒക്കെ വാങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ റാങ്ക് ഒരു 500-നൊക്കെ താഴെ നിൽക്കും. നിങ്ങൾക്ക് IITസിലേക്ക് കിട്ടും. അറൌണ്ട് ഒരു 300-നകത്ത് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് IITസിലേക്ക് ഉറപ്പായിട്ട് കയറാൻ പറ്റും ജനറൽ. ദെൻ ജോയിന്റ് എൻട്രൻസ് സ്ക്രീനിങ് ടെസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, ICES ആണ് ഇത് നടത്തുന്നത്. അതിന് 3 പാർട്ട് ഉണ്ട്. പാർട്ട് എയിൽ 15 ക്വസ്റ്റ്യൻസ് ആണ്. 3 മാർക്ക് വീതമാണ് അതിന് കിട്ടുന്നത്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, 1 മാർക്ക് നെഗറ്റീവായിട്ട് പോകും. പാർട്ട് ബിയില് ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതിന് 3 മാർക്ക് തന്നെയാണുള്ളത്, അവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ദെൻ പാർട്ട് സി, അവിടെ നിങ്ങൾക്ക് 1 മാർക്കിന്റെ 25 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അവിടെ 1/3 നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കും. ദെൻ ഓക്കെ, എക്സ്പെക്ടഡ് കട്ട് ഓഫ് ഇത് ഞാൻ അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് BSc സ്റ്റുഡൻസിന് നിങ്ങൾക്ക് എഴുതാം, PhDക്ക് എൻറോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ MSc സ്റ്റുഡൻസിനും എഴുതാൻ പറ്റും. അങ്ങനെ ഒരു എക്സാമിനേഷൻ ആണ്. കട്ട് ഓഫ് സാധാരണഗതിയിൽ ഇത് വരുന്നത് ഫ്രം 20 to 35 ആ റേഞ്ചിലാണ് എന്റെ കട്ട് ഓഫ് നിൽക്കുന്നത്. ദെൻ NDA CSIR, ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ള ഒരു എക്സാമിനേഷൻ. അതിൽ 3 പാർട്ടായിട്ടാണ് ഇവിടെ ക്വസ്റ്റ്യൻസ് ഉള്ളത്. അതിൽ ആദ്യത്തെ 20 ക്വസ്റ്റ്യൻസിൽ 15 എണ്ണം നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. അവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത് ബേസിക് നോളജ്
ഇവാലുവേഷൻ ആണ്. അതായത് നിങ്ങളുടെ ബേസിക് മാത്തമെറ്റിക്കൽ സ്കില്ല്, റീസണിങ് സ്കില്ല്, ഇതെല്ലാം അവിടെ ടെസ്റ്റ് ചെയ്യപ്പെടും. സബ്ജക്റ്റുമായിട്ട് ബന്ധമുള്ള ക്വസ്റ്റ്യൻസും അവിടെ ഉണ്ടാവാറുണ്ട്. എന്നിരുന്നാലും നമ്മുടെ സാധാരണ കോമ്പറ്റേറ്റീവ് എക്സാമിന്, PSC എക്സാമിനേഷനൊക്കെ വരുന്ന ലെവൽ ക്വസ്റ്റ്യൻസ് മാത്രമേ അവിടെയും വരാറുള്ളൂ. ആർക്കും പോയി 15 ക്വസ്റ്റ്യൻസും അവിടെ കറക്റ്റ് ആക്കാൻ പറ്റും. ദെൻ ബി പാർട്ടിലും സി പാർട്ടിലും, ബി പാർട്ടിലുള്ള ഓരോ ക്വസ്റ്റ്യൻസിനും 3.5 മാർക്കാണുള്ളത്. അതിന്റെ 1/4 ആണ് നെഗറ്റീവായിട്ട് വരുന്നത്. CSIR-ന്റെ 3 സെക്ഷനിലും ടോട്ടൽ മാർക്ക് എത്രയാണോ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കറക്റ്റ് ആക്കാൻ കിട്ടുന്നത്, അതിന്റെ 1/4 ആയിരിക്കും നെഗറ്റീവായിട്ട് വരുന്നത്. സി പാർട്ടിലെ 30 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 5 ക്വസ്റ്റ്യൻസ് ആണ്, സോറി, ഒരു ക്വസ്റ്റ്യൻ 5 മാർക്കാണ്. അതിന്റെ 1/4 അറൌണ്ട് 1.25 നെഗറ്റീവായിട്ട് വരും. അപ്പോൾ ടോട്ടൽ 200 ആണ് അവിടുത്തെ നിങ്ങളുടെ മാർക്ക്. സാധാരണഗതിയിൽ ഇതിന്റെ ഒരു കട്ട് ഓഫ് എക്സാമിനേഷന്റെ ടഫ്നെസ് അനുസരിച്ച് മാറും. റീസെന്റ് ട്രെൻഡ് വെച്ചിട്ട് കട്ട് ഓഫ് വരുന്നത്, ഒരു കഴിഞ്ഞ നെറ്റ് എക്സാമിനേഷന് ജനറൽ കട്ട് ഓഫ് ഒരു 83 ആ റേഞ്ചിലാണ് പോയത്. അതിന് മുന്നത്തേന് ഒരു JRF കട്ട് ഓഫ് വന്നിട്ട് 102 ആയിരുന്നു. ഡിപ്പെൻഡിങ് ഓൺ ഹൗ ദ എക്സാം ഈസ് ഈസി ഓർ നോട്ട് മാറിക്കൊണ്ടിരിക്കും. ദെൻ ഗേറ്റ് എക്സാമിനേഷൻ. ഗേറ്റ് എക്സാമിനേഷൻ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ജോലി സാധ്യതകൾ തുറന്നു തരുന്ന ഒരു എക്സാമിനേഷൻ. അവിടെയും 15 മാർക്കിന് നിങ്ങളെ കാത്തിരിക്കുന്നത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് ആണ്. സബ്ജക്റ്റുമായിട്ട് ബന്ധമുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല. ബേസിക് ഇംഗ്ലീഷ്, ബേസിക് മാത്തമെറ്റിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റും. ദെൻ സബ്ജക്ട് ഓറിയന്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് 85 മാർക്കിന് നിങ്ങളെ കാത്തിരിക്കുന്നത്. അതിൽ MCQ ക്വസ്റ്റ്യൻസ് ഉണ്ട്. MCQ ക്വസ്റ്റ്യൻസിന് 1/3 നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം തൊട്ടാണ് MSQ, മൾട്ടിപ്പിൾ സെലക്ടഡ് ക്വസ്റ്റ്യൻസ്, ഗേറ്റിന് ഇൻക്ലൂഡ് ചെയ്തത്. മുന്നേ അത് ഇല്ലായിരുന്നു. അതിന് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ഇപ്പോൾ MSQ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഗേറ്റിനുണ്ട്. ഓക്കെ, ടോട്ടൽ 100 മാർക്കാണ്. എക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു കട്ട് ഓഫ് ഒരു 30 റേഞ്ചിലാണ് സാധാരണഗതിയിൽ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മാർക്ക് ഒരു 50ക്ക് മേലൊക്കെ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു 60 ഒക്കെ ആണെങ്കിൽ യുവർ റാങ്ക് ഷുഡ് ബി ബിലോ 200. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ കമ്പനികളിലേക്കൊക്കെ ഡയറക്റ്റ് ആയിട്ട് റിക്രൂട്ട് ചെയ്യാം, ജോലി കിട്ടും. ഓക്കെ, ഇത്രയാണ് എൻട്രൻസ് എക്സാമിനേഷൻസിനെ പറ്റിയിട്ട് നമുക്ക് അവതരിപ്പിക്കാനുള്ളത്. ഇവിടെ ഞാൻ നൽകിയത് ആക്ച്വലി വളരെ ഒരു ബ്രീഫിംഗ് ആണ്. ഇതിലുള്ള ഓരോ ടോപ്പിക്കുകളെ പറ്റിയിട്ടും വിശദമായിട്ട് തന്നെ സംസാരിക്കേണ്ടതാണ്. അപ്പോൾ ഈ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചാറ്റ് ബോക്സ് വഴി ചോദിക്കാം. അതിനുള്ള ക്ലാരിഫിക്കേഷൻസ് തരാം. താങ്ക് യു. സോ നിങ്ങൾക്ക് ഇതുവരെ പറഞ്ഞതുമായി ബന്ധപ്പെട്ട്, ഓക്കെ, നമുക്കൊരു 10-15 മിനിറ്റ് നമ്മുടെ സെഷൻ ഉള്ളത്. ഇതുവരെ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എൽസ് ആഫ്റ്റർ ദിസ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ നമ്മൾ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരുപാട് മെറ്റീരിയൽസും പ്രൊവിഷൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഓൾസോ സം സ്കോളർഷിപ്പ് പ്ലാൻസ് ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ബിഫോർ ദാറ്റ്, ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ഓർ സംതിങ്, യു കൻ ജസ്റ്റ് ചാറ്റ് ബോക്സിലൊന്ന് നിങ്ങൾക്കത് ചോദിക്കാവുന്നതാണ്. ഓക്കെ, either you can ask in the chat box, so if needed you can also use the mic. Okay, അതും യൂസ് ചെയ്യാവുന്നതാണ്. So make it fast. You have just 1 minute to ask any doubts if you have, else we'll be moving to the last 10 minutes. Hello. Yes. ഈ MTech കോഴ്സ് പറഞ്ഞില്ലേ ആഫ്റ്റർ MSc, അത് എല്ലാ ബ്രാഞ്ചസിലും ഉണ്ടോ അതോ സ്പെസിഫൈഡ് ബ്രാഞ്ചസ് ആണോ? MTech after MSc. Abhilash, your mic is unmute. Can you please unmute it? Yeah. Okay. Audible? Is it audible? Yes, yeah, sir. audible. Okay. MTech കോഴ്സ് അത് ഓരോരോ യൂണിവേഴ്സിറ്റികളാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ IITസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് MTech കോഴ്സ്. അപ്പോൾ നമ്മൾ ഓപ്റ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി അനുസരിച്ചിട്ട് അത് മാറും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ IITM, അവിടെ ആസ്ട്രോ ബേസ്ഡ് ആയിട്ടുള്ള MTech കോഴ്സ് അവൈലബിൾ ആണ്. നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കോഴ്സ് ഏതെന്ന് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. അവിടെ നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ ഓപ്റ്റിംഗ് ഫോർ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്, Abhilash, can you please unmute once more? Sorry for the trouble. Yeah. Okay. Yeah. Yes. അതായത് MTech ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ ഇൻട്രസ്റ്റഡ് ഫീൽഡ് ഏതാണോ ആ ഫീൽഡിലുള്ള കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആദ്യം കണ്ടെത്തുക. അതാണ് പ്രൈമറി സ്റ്റെപ്പ്.
എന്നിട്ട് അവിടേക്ക് അപ്ലൈ ചെയ്യാം. അതായത് നമ്മൾ ഏതെങ്കിലും റാൻഡമായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓപ്റ്റ് ചെയ്യുന്ന കോഴ്സ് തന്നെ കിട്ടണമെന്നില്ല. അപ്പൊ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയിട്ട് അവിടുത്തെ കോഴ്സിനെ പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാക്കി വെക്കുക, എന്നിട്ട് അപ്ലൈ ചെയ്യാം. Okay, Abhilash, we have next question. Can you share some tips and tricks for cracking NET exam? You are a JRF holder. ഒരു വളരെ ചെറിയതായിട്ട് within 1 or 2 minutes. ടിപ്സ് ഫോർ ക്രാക്കിംഗ് JRF എക്സാം. ഫസ്റ്റ് വൺ, നമ്മള് കൺസെപ്റ്റ് ഓറിയന്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. MSc തൊട്ടുള്ള പഠനം സാധാരണഗതിയിൽ ഞാൻ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് 2 വർഷത്തിനകത്ത് ഒരു ഹ്യൂജ് സിലബസ് നമ്മുടെ മുന്നിലേക്ക് വന്ന് കയറുകയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്തതിന് വേണ്ടിയിട്ട് നമ്മളങ്ങ് കാണാതെ പഠിച്ച് പോകുന്നൊരു പ്രവണതയാണുള്ളത്. അതേസമയം നമ്മൾ കൺസെപ്റ്റ് ഓറിയന്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ആ കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ലെവലിൽ വരുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്തിട്ടുള്ള സ്കിൽ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു എക്സാമിനേഷൻ ആണ് ഗേറ്റും നെറ്റ് എക്സാമിനേഷൻസും എല്ലാം. അതിന് നിങ്ങളെ ബൂസ്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ്. അതായത് നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഡൗട്ട്സ് ഷെയർ ചെയ്യാനും ഒക്കെ ഒരു അവസരം അവിടെ ഉണ്ടായി വരികയാണ്. മറ്റൊന്ന് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഗൈഡൻസ്, മറ്റൊന്ന് പ്രാക്ടീസ്. ഈ എൻട്രൻസ് എക്സാമിനേഷൻ വെൽ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഒരു 6 months കൊണ്ട് നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. കാര്യം ഹ്യൂജ് സിലബസ്, എവിടെ നിന്ന് തുടങ്ങണമെന്ന് കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കാണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക, ഇന്ന ഏരിയകളും ഫോക്കസ് ചെയ്യുക, ആ ഏരിയകൾ ക്ലിയർ ആയിട്ട് പഠിച്ചു പോവുക. ഇത് ഈസി ആയിട്ട് എൻട്രൻസ് എക്സാം അതായത് നെറ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയാണ്. ആഫ്റ്റർ ഓൾ, കൺസെപ്റ്റ് ഓറിയന്റഡ് ലേണിംഗ്, കൺസിസ്റ്റന്റ് പ്രാക്ടീസിംഗ് ആൻഡ് ഗ്രൂപ്പ് ഡിസ്കഷൻസ്. Then Abhilash, is the GATE exam for all branches is the same? That's another question. No. GATE examination actually ഒരു എഞ്ചിനീയറിംഗ് സ്ട്രീമിന് വേണ്ടിയിട്ടുള്ള എക്സാമിനേഷൻ ആണ്. അപ്പൊ അത് ഫിസിക്സിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് എക്സാമിനേഷൻ ഉണ്ട്. ഇപ്പൊ ഫിസിക്സ് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഫിസിക്സിന് വേണ്ടിയിട്ട് എക്സാമിനേഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ വേണ്ടത് ഏത് ഫീൽഡ് ആണോ ആ ഫീൽഡുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു എലിജിബിലിറ്റി ആണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, ഇറ്റ്സ് ആക്ച്വലി ആൻ എലിജിബിലിറ്റി എക്സാമിനേഷൻ. നിങ്ങൾക്ക് ഫെലോഷിപ്പ് ഫണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എലിജിബിലിറ്റി എക്സാമിനേഷൻ ആണ് ഗേറ്റ്. ഗേറ്റ് ക്ലിയർ ചെയ്തുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്ന ഒരു കോഴ്സ് കിട്ടണമെന്നില്ല. Then Abhilash, sir, after BSc Physics without maths in +2, will it be tough to go for MSc Physics? Okay. Of course, it will be tough. To be frank, it is very tough. കാര്യം നമ്മുടെ ഫിസിക്സിന്റെ ലാംഗ്വേജ് തന്നെ മാത്തമാറ്റിക്സ് ആണ്. അപ്പോൾ പ്രത്യേകിച്ച് MSc ഫിസിക്സിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് നല്ലൊരു മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് വേണം. അപ്പോൾ BScയിൽ സാധാരണഗതിയിൽ കണ്ടുവരുന്ന ടെൻഡൻസി കുട്ടികളൊന്നും മാത്തമാറ്റിക്സ് അത്രമാണ്ട് കാര്യമായിട്ട് എടുക്കാറില്ല. പക്ഷേ യു ഷുഡ് ബി തറോ വിത്ത് യുവർ മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്കലി നല്ല സ്കിൽ നിങ്ങൾക്ക് വേണം. നാം അത്ര MScയിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിയിൽ കൺസെപ്റ്റ് മനസ്സിലാക്കി കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റത്തില്ല. Yeah, then can we apply for Inspire scholarship after PG as fresh applicant? സാധാരണഗതിയിൽ ഇൻസ്പയർ സ്കോളർഷിപ്പ് കിട്ടി വരുന്ന ആൾക്കാർക്കാണ് PhDക്ക് പോകുമ്പോഴത്തേക്കും ഇൻസ്പയർ സ്കോളർഷിപ്പ് കൊടുക്കാറുള്ളത്. പിന്നെ PG റാങ്ക് ഹോൾഡർ ആണെങ്കിൽ there is a slot, I think. Slot for it. Okay. Not well sure about it. ഇൻസ്പയർ സ്കോളർഷിപ്പ് കിട്ടി വരുന്ന കുട്ടികൾക്കാണ് PhDക്ക് വേണ്ടിയിട്ട് അത് എക്സ്റ്റെൻഡ് ചെയ്ത്. സ്കോളർഷിപ്പ് ഓട്ടോണോമസ് കോളേജിലെ കുട്ടികൾക്ക് കൊടുക്കാറില്ല, അതെന്താ അങ്ങനെ? ഏതാണ്? ഇപ്പോ PG റാങ്ക് ഉള്ളവർക്ക് PhDക്ക് ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല. Abhilash, please unmute once more. We have some background voices. I have unmuted everybody. നിങ്ങൾ ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ചോദിക്കട്ടോ. So we have some unwanted background noises. That's the reason I have, for the time being, post the option to unmute yourself. Abhilash, can you please unmute yourself and you can continue answering that one. Yeah. Yes. Okay. Yeah. Question is regarding autonomous institute ഉള്ള ആളുകൾക്ക് ഈ സ്കോളർഷിപ്പ് കിട്ടുന്നതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും? ഓരോ സ്കോളർഷിപ്പിനും ഓരോരോ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്പെസിഫിക് ആണ്. ഇപ്പോൾ ഇൻസ്പയറിന് തന്നെ അവർ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ തന്നെ ആയിരിക്കണം നമ്മൾ PhD ചെയ്യുന്നത്. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തല്ലോ, ജസ്റ്റ് വെച്ചിട്ട് നമുക്ക് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും PhD ചെയ്യാൻ പറ്റത്തില്ല. ഗേറ്റ് വെച്ചിട്ട് നമുക്ക് എല്ലായിടത്തേക്കും കയറാൻ പറ്റത്തില്ല.
ഓൾമോസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കവർ ചെയ്യുന്നത് ഗേറ്റ് ആണ്. അതുപോലെ തന്നെയാണ് ഇൻസ്പയറിനും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അവർ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അല്ലാണ്ട് എല്ലാ ഓട്ടോണമസ് കോളേജുകളിലെല്ലാം ഒന്നും ഇൻസ്പയർ വെച്ചിട്ട് കയറാൻ പറ്റും. മറ്റൊന്ന്, ഈവൻ ദോ യു ആർ ഗെറ്റിംഗ് ഇൻസ്പയർ ഇൻ PG, നിങ്ങൾ PhDക്ക് പോകുമ്പോൾ ഒരു പ്രോജക്റ്റ് പ്രപ്പോസൽ എല്ലാം വെക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ എല്ലാം ക്വാളിറ്റി ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഇത് കിട്ടുന്നത്. അപ്പോൾ അവിടെ പ്രധാനമായിട്ടൊരു ഫാക്ടറാണ് നിങ്ങൾ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇൻസ്പയർ കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പൊ അത് മാത്രം ആ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് മാത്രമേ അവിടെ PhD ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഫെലോഷിപ്പ് കിട്ടത്തുള്ളൂ. Okay, so I think question answer session for the time being. Okay, just a question we can. So we have it. Is it necessary to have PhD along with NET to become a lecturer? Last question for the time being. ഓക്കെ, അതിപ്പോ നിലവില് കേരളത്തിലെ സിറ്റുവേഷൻ, ഞാനിപ്പോ കേരളത്തിലെ മാത്രം പറയണം. കേരളത്തിലെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമുക്ക് യൂണിവേഴ്സിറ്റികളിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ട്, അതായത് കോളേജ് ലെക്ചറായിട്ട് കയറുന്നതിന് വേണ്ടിയിട്ട് ലെക്ചർഷിപ്പാണ് ബേസിക് ആയിട്ടുള്ള ഒരു റിക്വയർമെന്റ്. എന്നാൽ നമ്മൾ അവിടേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് PhD എടുത്ത ആൾക്കാരുമായിട്ടാണ് നമ്മൾ കോമ്പറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി PhDക്ക് ഇന്റർവ്യൂ ബോർഡ് നിങ്ങൾക്ക് തരുന്ന മാർക്ക് 25 മാർക്സ് ആണ്. നെറ്റ് കിട്ടിയ ഒരു കാൻഡിഡേറ്റിന് 10 മാർക്കാണ്. ഓട്ടോമാറ്റിക്കലി PhD വിത്ത് നെറ്റ് ഉള്ള ആൾക്കാർ ക്വാളിഫൈ ചെയ്ത് പോകും. പിന്നെ PhD നിർബന്ധമാക്കുന്ന ഒരു നോം വന്നിട്ടുണ്ട്. ഈ 2021 തൊട്ട് ഉള്ള പ്ലേസ്മെന്റിനെല്ലാം PhDയും കൂടെ ഒരു കമ്പൾസറി ഫാക്ടറായിട്ട് മാറുകയാണ്. എന്നാൽ നിങ്ങൾ വേറെ സ്റ്റേറ്റുകളിൽ പോവുകയാണെങ്കിൽ അവിടെ ക്രൈറ്റീരിയ ഡിഫറെന്റ് ആണ്. അവിടെ PhDയോ നെറ്റോ മാത്രം മതി, ക്യാൻ ബി ലെക്ചറർ. Then the last question, tips for IIT JAM, similar to NET or that last question for the time being. ഒരുപാട് സംശയങ്ങൾ ഉണ്ട് എന്ന് എനിക്കറിയാം. നമുക്ക് അൺമ്യൂട്ട് ചെയ്യാം. ഇപ്പം പറ്റാത്തത് ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് വരുന്നത് കൊണ്ടാണ്. നമ്മൾ ഇതിന്റെ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അഭിലാഷ് സാർ ഉണ്ട്. നിങ്ങൾക്ക് അതിൽ ഡൗട്ടുകൾ ചോദിക്കാം. അഭിലാഷ് സാർ PhDക്കായിട്ട് തിരക്കിലാണ്, ബട്ട് സ്റ്റിൽ ഒഴിവിനനുസരിച്ച് അദ്ദേഹം അതിൽ ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും. യു വിൽ ഹാവ് ഇൻ ഓപ്ഷൻ. ഇവിടെ നമുക്ക് ഈ ഒരു ലിമിറ്റഡ് ടൈമിൽ വിത്തിൻ 10 minutes വിൽ ബി വൈൻഡിങ് അപ്പ്. നമുക്ക് എല്ലാ ഡൗട്ട്സും ക്ലാരിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ആൻഡ് ഓൾസോ വി ഹാവ് നമ്മൾ IIT ജാമിനെ കുറിച്ചും CSER നെറ്റിനെ കുറിച്ചൊക്കെ ഒരു സെപ്പറേറ്റ് വെബിനാർ ആൾസോ അണ്ടർ കുക്കിംഗ്. ഓക്കെ, നമുക്ക് അതിനെ കുറിച്ചും പ്ലാനുകൾ ഉണ്ട്. സോ ദിസ് വിൽ ബി ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ടിപ്സ് ഫോർ IIT ജാം. ഓക്കെ, ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ സബ്ജക്ട് എൻജോയ് ചെയ്ത് പഠിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ സബ്ജക്ട് നമ്മൾ എൻജോയ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ എൻട്രൻസ് എക്സാമിനേഷൻസ് ഒക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോ സാധാരണഗതിയിൽ നമ്മൾ നോക്കുന്നത് എക്സാമിനേഷൻ ഒരു 3 മാസം മുമ്പ് മാത്രം ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കും. പോസിബിൾ അല്ല. അല്ലെങ്കിൽ അത്രത്തോളം കൺസെപ്റ്റ് ഉള്ള ഒരു കുട്ടിയാണ് അതിനുവേണ്ടി ശ്രമിക്കുന്നതെങ്കിൽ പറ്റും. ഒരു ആവറേജ് സ്റ്റുഡന്റിനെ സംബന്ധിച്ച് ഫിസിക്സ് സബ്ജക്ട് നന്നായിട്ട് ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരു 6 month or 8 month ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് ഒന്ന് വർക്ക് ചെയ്യുക. IIT ജാമിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് ഫ്രഷപ്പ് ചെയ്യുക. ആ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ രീതിയിൽ IIT ജാം നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ കണ്ടല്ലോ, അതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ ഒന്ന് ഫോക്കസ്ഡ് ആയി കഴിഞ്ഞാൽ ഒരു ആവറേജ് സ്റ്റുഡന്റും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമിനേഷൻ ആണ് IIT ജാം. പിന്നെ ഒരു കാര്യം ഞാൻ നേരത്തെ വിട്ടുപോയി, നമ്മുടെ സ്കോളർഷിപ്പ് ഞാൻ പറഞ്ഞപ്പോ ഡിക്ഷ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്കോളർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. അത് അനീസ് അതിനെപ്പറ്റി നിങ്ങളോട് സംസാരിക്കും. Yeah, okay. So thank you Abhilash. That was a wonderful session. ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് thank you sir for the wonderful and nice session. We are sorry നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും നമുക്ക് തീർക്കാൻ പറ്റിയിട്ടില്ല, but we have the WhatsApp ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അത് ചോദിക്കാവുന്നതാണ്. അത് നമ്മൾ സമയത്തിനനുസരിച്ച് ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഓൾസോ നിങ്ങളുടെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട ഡിഫറെന്റ് ട്രിപ്സ് ആൻഡ് ആസ്പെക്റ്റുകൾ മെറ്റീരിയൽസ് എല്ലാം നമ്മുടെ ഗ്രൂപ്പുകളിൽ നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. For the last 10 minutes I will be just telling regarding the classroom and aspect and other things. We are nammal ningalku vendi we have a scholarship and also we have a system for getting materials, updates, team etc. platformകൾ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം within a 5 to 10 minutes. അല്ല, ആദ്യമായിട്ട് പറയാനുള്ളത് ഞാൻ ആദ്യം പറഞ്ഞൊരു ആസ്പെക്ട് ഉണ്ട്. എന്ത് അത് ഒറിജിൻ വരുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ, നമ്മളൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ആ സംഭവങ്ങൾ നമ്മൾ ക്വാളിഫൈ ചെയ്തതിനു ശേഷം നടപ്പിൽ വരുത്തുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു പ്ലാൻ. അത് തന്നെയാണ് നമ്മൾ നമ്മൾ ഇങ്ങനെ ഒരു ആസ്പെക്ട് തുടങ്ങിയ സമയത്ത് തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളൊരു സംഭവം. ഓക്കെ, അപ്പം അതിന് ഇപ്പം അഭിലാഷ് ഭായ് തന്നെ പറയുകയുണ്ടായി, ഒരു ടീം ഉണ്ടാവുക, ഒരു പിയർ ഗ്രൂപ്പ് ഉണ്ടാവുക, ഡിസ്കഷൻ ഉണ്ടാവുക എന്നുള്ളതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് ക്ലാസ്സും ഇമ്പോർട്ടന്റ് ആണ്. വി ഹാവ് വെൽ ക്വാളിഫൈഡ് ഫാക്കൽറ്റീസ്, ബട്ട് അറ്റ് ദ സെയിം ടൈം
what is very important is you should have a team. ഒരു പ്രോപ്പർ ആയിട്ടുള്ള ടീം ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഡിസ്കഷൻ ടാബിൾ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് അതിന്റെ ഭാഗമാവുക, എന്നിട്ട് സ്റ്റുഡൻസ് എന്ത് ചെയ്യാന്ന് ചോദിച്ചാൽ അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡിഫറെന്റ് ടൈമിൽ അവർ ഡിസ്കസ് ചെയ്യുക. There is a discussion table at morning 4:30 a.m, discussion table at 6 a.m, discussion table at 10 a.m. And also കഴിഞ്ഞ പ്രാവശ്യമൊക്കെ when we use നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു 12-11 മണിക്കൊക്കെ ഡിസ്കഷൻ ടേബിൾ തീരുന്നത് ചിലപ്പം എക്സാം ഒക്കെ അടുത്ത് 2:30-3:30 ആയിരിക്കും. ഈ 3 മണിക്ക് അടുത്ത ഡിസ്കഷൻ ടേബിൾ തുടങ്ങിയ കേസൊക്കെ ഉണ്ടായിരുന്നു. വിച്ച് മീൻസ് 24 hour വർക്കിംഗ് ആയിട്ട് ഒരു ഡിസ്കഷൻ ടേബിൾ, ബിക്കോസ് വി ഹാവ് എ ടീം. കാരണം നമുക്കറിയാം പലതും കോൺസെപ്റ്റുകൾ ഒരു ഡിസ്കഷനിലൂടെ മനസ്സിലാക്കുക എന്നുള്ളതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ കാര്യങ്ങളും ഒരു സിമ്പിൾ ആയിട്ട് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന അത്ര സിമ്പിൾ അല്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം. സോ വി ഹാവ് എ ഡിസ്കഷൻ ടേബിൾ, വി ഹാവ് എ പേഴ്സണലൈസ്ഡ് അറ്റൻഷൻ, വി ഹാവ് എ ഓൺലൈൻ കൗൺസിലിംഗ്, വി ഹാവ് എ ലിസണിംഗ് ഓഫീസർ, ആൻഡ് ഓൾസോ വി ഹാവ് എൻ ഹാപ്പിനെസ് ഓഫീസർ. ദീക്ഷ ഇപ്പൊ പേര് മാറ്റി നമ്മൾ ഐഫറിന് സ്വന്തമായിട്ട് ഒരു ഹാപ്പിനെസ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ട് to contact you regularly and to make sure you are getting all classes, all faculties, everything is better എന്നുള്ളത്. അപ്പം നമ്മൾ അങ്ങനെ ഒരുപാട് പ്രൊവിഷൻസ്, അതായത് നമ്മൾ ക്വാളിഫൈ ചെയ്തിരുന്ന, നമ്മൾ പ്രിപ്പയർ ചെയ്തിരുന്ന സമയത്ത് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന ഒരുപാട് സംഭവങ്ങൾ വൺസ് വി ക്വാളിഫൈ അതാവുക എന്നുള്ളതാണ്. ഈ ടീം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ക്വാളിഫൈ ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളാണ് എന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ട് റെഗുലർ ആയിട്ട് വി ഹാവ് പോഡ്കാസ്റ്റ് സിസ്റ്റം, വി ഹാവ് ലിസണിംഗ് ഓഫീസർ, വി ഹാവ് ഹാപ്പിനെസ് ഓഫീസർ, വി ഹാവ് സ്പെഷ്യൽ ഗ്രൂപ്പ്സ് പോലെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഒരു ഇതിന്റെ ഭാഗമായിട്ട് നമുക്കുണ്ട്. സോ ആൻഡ് ഓൾസോ വി ഹാവ് ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ലൈക്ക് പോസ്റ്റ് മാരേജ്, ബീയിങ് മദർ, എംപ്ലോയിഡ്, PG സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്. കൂടുതലായിട്ട് ഞാനിപ്പോ പറയുന്നില്ല. അറ്റ് ദ ടൈം അഭിലാഷ് ഒരുപാട് സ്കോളർഷിപ്പ് പറഞ്ഞതോടൊപ്പം തന്നെ നമ്മൾ ഇപ്രാവശ്യം വി ആർ പ്ലാനിങ് ടു provide a scholarship worth 5 lakh rupees for those who are preparing for CSER, NET, IIT, JAM, etc. ഇതിനൊക്കെയുള്ള കുട്ടികൾക്ക് ഒരു 5 lakhs worth സ്കോളർഷിപ്പ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ അപ്ഡേറ്റ്സ് എവിടെ കിട്ടുകയെന്ന് ചോദിച്ചാൽ ഇപ്പൊ നിങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട്, നിങ്ങൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ റിമെയിൻ ചെയ്യാം. നമുക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഞാൻ പറയുന്നില്ല. വാട്സപ്പ് ഗ്രൂപ്പിൽ ഇപ്പൊ ഇവൻ ചില ആളുകൾ ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്ത ആളുകളുണ്ട്. ചില ആളുകൾക്ക് ഇന്ന് വെതറിന്റെ പ്രശ്നമൊക്കെ നമ്മളോട് പേഴ്സണലി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല മഴയുണ്ട്, പ്രോഗ്രാം മാറ്റി വെക്കാൻ പറ്റുമെന്നൊക്കെ. ആ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രോഗ്രാം ഈസ് കംപ്ലീറ്റ്ലി ബീങ് റെക്കോർഡഡ്. റെക്കോർഡ് ചെയ്യാണ്. ആൻഡ് ലിങ്ക് നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ റിമൈൻ ചെയ്യുക വർത്ത് 5 lakhs വർത്ത് ആയിട്ടുള്ള സ്കോളർഷിപ്പുകൾ, അതിന്റെ മെക്കാനിസം, അതിന്റെ രജിസ്ട്രേഷൻ മെക്കാനിസം പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ നമ്മൾ അറിയിക്കാം. സോ വി ഹാവ് സച്ച് എ മെക്കാനിസം ദിസ് ടൈം ആൻഡ് ഐ വിൽ ജസ്റ്റ് ഷോ യു ദ റിസൾട്ട് ആസ്പെക്ട് ആൻഡ് വി വിൽ ബി വൈൻഡിങ് അപ്പ്. നമുക്ക് ലാസ്റ്റ് ടൈം നമ്മളൊരു നെറ്റ് ആസ്പെക്ടിൽ വി ഹാവ് വിത്തിൻ 2 years 356 students, 42 JRFM, 176 net holders നമുക്കുണ്ട്. and it's a list of different JRF holders in different subject, list of net holders in different subject arts, and also we have a very good result with regards to our what we can say our physics aspect. Also we have a physics aspect നമുക്ക് wonderful result ഉണ്ട്. we have the നമ്മുടെ sister concern ആയിട്ടുള്ള Travancore Academy യുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ നമുക്ക് ഒരുപാട് വണ്ടർഫുൾ ആയിട്ടുള്ള റിസൾട്ട് ഉണ്ട്. വി ഹാവ് വിത്ത് റിഗാർഡ്സ് ടു ഗേറ്റ് വി ഹാവ് ഓൾ ഇന്ത്യ റാങ്ക് ആൻഡ് ഡിഫറെന്റ് റിസൾട്ട്സ് ആർ ദർ വിത്ത് റിഗാർഡ്സ് ടു ഗേറ്റ്. ഒരുപാട് റിസൾട്ടുകൾ നമുക്കുണ്ട്. യു ക്യാൻ സീ ഓൺ ദ സ്ക്രീൻ. ഇൻ IIT JAM also we have a wonderful result, and also we have a result in last time we have a result in CSER net in physics. CSER net physics ഒക്കെ വളരെ ചെറിയ ലെവലിലെ റിസൾട്ട് വരുന്നുള്ളൂ, but still we have a wonderful result in the last time. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് ലാസ്റ്റ് ടൈം ഉണ്ട്. സോ വി ആർ പ്ലാനിങ് ടു ഹാവ് ആൻ ഇൻട്രസ്റ്റിംഗ് ലിവ് ലൈൻ സെഷൻസ്. ലിവ് ലൈൻ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് റെക്കോർഡിംഗ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. നിങ്ങളുടെ കംഫർട്ടബിൾ ടൈമിൽ നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഓരോരോ സെഷനും കഴിഞ്ഞാൽ യു വിൽ ബി ഹാവിംഗ് ലൈവ് സെഷൻസ് ഓൾസോ. ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കും, നിങ്ങൾ ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള മെക്കാനിസംസ് ഒക്കെ ഉണ്ട്. സോ റിഗാർഡിംഗ് ദ ഹോൾ കോഴ്സസ്, ദ സ്കോളർഷിപ്പ്, ഫർദർ സ്റ്റെപ്സ്, മെറ്റീരിയൽസ്, യൂട്യൂബ് ലിങ്ക്സ്, എവറിത്തിങ് നിങ്ങൾ ഇപ്പം ജോയിൻ ചെയ്തിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ റിമെയിൻ ചെയ്യട്ടോ. അതൊരു ജസ്റ്റ് ഒരു വെബിനാറിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പ് അല്ല, അത് ലെഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും റിഗാർഡിംഗ് ഇതിന്റെ വീഡിയോ കാണാൻ, ഇങ്ങനെയുള്ള മെറ്റീരിയൽസ്, അപ്ഡേറ്റ് സംഭവങ്ങൾ, കാര്യങ്ങൾക്കൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഓൾസോ you can join them, send them the link for the WhatsApp group. നമ്മൾ അത് സെൻഡ് ചെയ്ത് തരാം, അവർക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ആൻഡ് ഓൾസോ നമ്മൾ ബ്രോഡ്കാസ്റ്റിലൂടെ, ഇപ്പൊ ചിലർക്ക് വാട്സപ്പ് ഗ്രൂപ്പ് അത്ര പ്രിഫറബിൾ ആവണമെന്നില്ല, ബ്രോഡ്കാസ്റ്റിലൂടെ പേഴ്സണൽ ആയിട്ട് വി ഹാവ് എ മെറ്റീരിയൽസ്, വീഡിയോ ലിങ്ക്സ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് ഫോർ ഫിസിക്സ് ആൾസോ. സോ അങ്ങനെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ
നിങ്ങളെ വാട്സപ്പിൽ നിന്ന് ജസ്റ്റ് സെൻഡ് ജോയിൻ ഫിസിക്സ് ടു 9339 100 300. ഓക്കെ, 9339 എന്നുള്ള നമ്പറിലേക്ക് നിങ്ങൾ ജോയിൻ ഫിസിക്സ് എന്ന് നിങ്ങൾ വാട്സപ്പ് വഴി നിങ്ങൾ അയക്കുകയാണെങ്കിൽ ഫിസിക്സിന്റെ ബ്രോഡ്കാസ്റ്റിൽ നിങ്ങളെ ജോയിൻ ചെയ്യിപ്പിക്കുന്നതായിരിക്കും. വൺസ് യു ആർ എ പാർട്ട് ഓഫ് ഫിസിക്സ് ബ്രോഡ്കാസ്റ്റ്, യു വിൽ ഗെറ്റ് അപ്ഡേറ്റ്സ് റിഗാർഡിംഗ് ഫിസിക്സ് IIT JAM, ഫിസിക്സ് CSER NET etc. ഓക്കെ, സോ ഇത്രയാണ് എയ്ഫറുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു സംഭവങ്ങൾക്ക് നിങ്ങൾക്ക് കോൺടാക്ട് നമ്പറിൽ ദ ഹോൾ തിങ്സ് വിൽ ബി അവൈലബിൾ ഇൻ ദ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഓക്കെ, വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാം അവൈലബിൾ ആയിരിക്കും, എല്ലാ സംഭവങ്ങളും. സോ ഇത്രയേ ഉള്ളൂ. അഭിലാഷ് പറഞ്ഞ പോലെ ഇറ്റ്സ് പോസിബിൾ, ഇറ്റ്സ് ക്വൈറ്റ് ടഫ് തന്നെയാണ്. പക്ഷെ അത് ടഫ് ആവുന്നത് കൊണ്ടാണ് അതിന്റെ റിസൾട്ട് നമുക്ക് ബ്യൂട്ടിഫുൾ ആവുന്നത്. ഓക്കെ, റിസൾട്ട് നമുക്ക് ബ്യൂട്ടിഫുൾ ആവുന്നത്. JRF എന്നൊക്കെ പറയുമ്പോൾ അറൌണ്ട് 20 to 25 lakhs ഒക്കെയാണ് ഒരു 5 വർഷം നമ്മളെ ഇഷ്ടത്തിന് പഠിക്കുന്നതിന് നമുക്ക് കിട്ടുന്നത്. നമ്മളെ ഇഷ്ടത്തിന് നമ്മൾ പഠിക്കുകയാണ്. +2 പഠിക്കുന്ന പോലെ CBSE നിശ്ചയിച്ച സിലബസ് അല്ല, നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടുള്ള റിസർച്ച് നമ്മൾ പഠിക്കുന്നത് 20 to 25 lakhs and doing a PhD in one of the best institute in the country. And also you will be having, once your academic life will be almost settled. Okay, നമ്മൾ പ്രതീക്ഷിക്കുന്ന ആഗ്രഹങ്ങളിലേക്ക്, whether it's a scientist, whether it's a teacher or lecturer or whatever you want to prove in your life, അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് whether it's IIT JAM or the CSER NET or the JRF PhD, whatever it is. അപ്പം ഫിസിക്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ സംഭവങ്ങളും കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. We have a wonderful result, we have wonderful scholarship plans for you. All the updates, everything will be posted in the WhatsApp group. At the same time, I know ഒരുപാട് നിങ്ങളുടെ ഡൗട്ടുകൾ is still unresolved. നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഒന്ന് പോസ്റ്റ് ചെയ്യാം. അഭിലാഷ് സാർ ഒഴിവിനനുസരിച്ച് അതിന് ആൻസർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഡിപ്പെൻഡിങ് അപ്പോൺ PhD ചെയ്യുന്ന തിരക്കുണ്ട്. ബട്ട് സ്റ്റിൽ മോസ്റ്റ് ഓഫ് യുവർ ക്വസ്റ്റ്യൻസ് വിൽ ബി ആൻസർഡ്. ആൻഡ് ഓൾസോ ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ റിക്വയർമെന്റ് വിൽ ബി ഹാവിംഗ്, അല്ലെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടുള്ളൂ അഭിലാഷ് സാറും, വിൽ ബി ഹാവിംഗ് എ ഡീറ്റെയിൽഡ് സെഷൻ ഓൺ IIT JAM, CSER NET പോലെയുള്ളതുമായിട്ട് നമുക്ക് ഡിപ്പെൻഡിങ് അപ്പോൺ നിങ്ങളുടെ റെസ്പോൺസിനനുസരിച്ച് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഫൈനലി നിങ്ങൾ എങ്ങനെ ഹൗ വാസ് എ സെഷൻ, വെദർ ഇറ്റ് വാസ് എ ഫ്രൂട്ട്ഫുൾ ഫോർ യു എന്നുള്ളതും പോയിന്റുകളും ഫീഡ്ബാക്ക് ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ പറയാ. എഡിറ്റ് ചെയ്തിട്ട് വീഡിയോ ലിങ്ക് ഒക്കെ ഞാൻ ഗ്രൂപ്പിൽ ഇടാം. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ആൾ.